എല്ലാവർക്കും നമസ്കാരം. ഈ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വാക്കും ഒരു പ്രയോഗവുമായിട്ട് ആർത്തവം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, പല നിലയ്ക്കും നമ്മളിതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ ചർച്ചയ്ക്ക് വേദിയാകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആർട്ടിക്കിൾ 17 ഐത്തം എന്നതിൽ നിന്നും ജാതീയമായിട്ടുള്ള ഐത്തം മാത്രമല്ല, സ്ത്രീകളെ ആർത്തവത്തിൻ്റെ പേരിൽ എവിടെ നിന്ന് മാറ്റി നിർത്തുന്നതും ആർട്ടിക്കിൾ 17 ഐത്തം എന്നുള്ള വിഭാഗത്തിൽ പെടും എന്നുള്ള വിധിന്യായത്തിൻ്റെ പരാമർശം കൂടിയാണ് സെപ്റ്റംബർ 28 വിധിന്യായത്തിന് ഇത്രയധികം പ്രസക്തി ഉണ്ടാക്കിയത് എന്ന് ഞാൻ കരുതുകയാണ്. നിശ്ചയമായും വളരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജൈവികമായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന നിലയിൽ നിന്നും അതൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യമായി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നു ആ പ്രശ്നം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളതെല്ലാം തന്നെ ഡോക്ടർമാരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് ആദ്യം ഈ പ്രശ്നത്തിൽ ആർത്തവം ഒരു ജൈവ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം പഠിക്കാൻ അവസരം ലഭിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഷബ്ന എസ് ചമ്പാടിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. എന്താണ് ഒരു ജൈവ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് ആർത്തവത്തെ എങ്ങനെയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്? ആർത്തവത്തിൻ്റെ ബയോളജി അഥവാ ജൈവപരമായി എന്താണ് ആർത്തവം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് മോഡറേറ്റർ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ആർത്തവത്തിൻ്റെ ഫിസിയോളജിയെക്കുറിച്ച് ശാരീരിക പ്രക്രിയയെക്കുറിച്ച് എഴുതിയതിന് ഒരു ഫാമിലി ഗ്രൂപ്പിൽ നിന്നും പുറത്തായ നാണം കെട്ട ഉളുപ്പില്ലാത്ത ഒരു പെൺകുട്ടി എന്ന പട്ടം നേടേണ്ടി വന്ന ഒരുവളാണ് ഞാൻ. ഒരു ഡോക്ടറായിരുന്നിട്ട് കൂടെ അങ്ങനെ ഒരു പട്ടം കിട്ടിയ ഒരു കുട്ടിയെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ മാത്രമല്ല, നാണം കെട്ട ഒരു പെൺകുട്ടി ഒരാൾ കൂടെ ഉണ്ട്, ഷിംന ഡോക്ടർ ഉണ്ട്, നാണം കെട്ട ഒരു ആൺകുട്ടി വേറെ ഉണ്ട്, ജിതിൻ ഡോക്ടർ ഉണ്ട്. ഞങ്ങളെ നാണം കെട്ട 4 പേരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് DC ബുക്സിനോടും ഇതിൻ്റെ സംഘാടകരോടും ആദ്യമേ നന്ദി പറയുകയാണ്. എന്താണ് ആർത്തവം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ബയോളജി പഠിച്ചു തുടങ്ങിയത് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ വെച്ചായിരിക്കും ആദ്യമായിട്ട് ആർത്തവത്തെക്കുറിച്ച് ബയോളജി പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം സാധാരണ ക്ലാസ്സിൽ ബയോളജി എടുക്കുമ്പോൾ ടീച്ചർ പേജ് വായിച്ച് മറിച്ചിട്ട് പോകും. അതിലുപരിയായി അന്നത്തെ കാലത്തൊക്കെ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയം 2005-6 കാലഘട്ടമായിരിക്കും. ആ ഒരു സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്ന് പറയുന്നു, പെൺകുട്ടികൾക്ക് മാത്രം ഒരു ക്ലാസ് ഉണ്ട്, എല്ലാവരും ലൈനായിട്ട് വരണം, താഴത്തെ വലിയ ഹാളിൽ വെച്ചാണ് ക്ലാസ് നടക്കുന്നത്, എല്ലാവരും അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ടീച്ചർ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ അന്നത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങളൊക്കെ വളരെ ക്ലോസ് ആയ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ മാത്രം, പെൺകുട്ടികളെ മാത്രം പിരിച്ചുകൊണ്ട് ലൈനായി താഴെ ഒരു ഹാളിലേക്ക് നടത്തിച്ചു കൊണ്ടുപോയി ആ ഒരു ഹാളിൽ വെച്ച് ഞങ്ങൾക്ക് മാത്രം രഹസ്യമായിട്ട് ഒരു ക്ലാസ് തരികയൊക്കെയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ക്ലാസ്സിലെ ഏറ്റവും വികൃതിയായ രസികനായ ഒരു കൂട്ടുകാരൻ അന്ന് ചെയ്ത കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അവൻ മേലത്തെ ജനലിൻ്റെ ചെറിയൊരു വിടവുണ്ടായിരുന്നു, അത് പൊളിച്ച് അതിലൂടെ എത്തി നോക്കി എന്താ അവിടെ പറയുന്നതെന്നൊക്കെ എത്തി നോക്കിയതും അവനെ കണക്ക് മാഷ് വടി കൊണ്ടടിച്ച് പേടിപ്പിച്ച് തിരിച്ച് ക്ലാസ്സിലേക്ക് കയറ്റിയതും. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങളോട് എന്താടി പറഞ്ഞത്, അവരെന്താ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞങ്ങളെ വീണ്ടും ശല്യപ്പെടുത്തി ചോദിച്ചതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ആർത്തവത്തിൻ്റെ ഫിസിയോളജിയെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ജൈവശാസ്ത്രപരമായി എന്താണ് ആർത്തവം എന്ന് സംസാരിക്കുന്ന ഒരു വേദിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും കിട്ടിയതിലുള്ള സന്തോഷം എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു അംഗീകാരം ആർത്തവത്തിന് കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യത്തിലേക്ക് വരാം. എന്താണ് ആർത്തവം? ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു സാംക്രമിക രോഗമോ പൊട്ടാൻ നിൽക്കുന്ന ഒരു ബോംബോ അല്ല. അതൊരു സ്വാഭാവിക ജൈവിക പ്രക്രിയ മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പ്രത്യുൽപാദനപരമായി പറയുകയാണെങ്കിൽ തലമുറ നിലനിർത്താൻ വേണ്ടി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, സ്ത്രീ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഓവറിയിൽ നിന്ന്, അണ്ടാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ടവും
പുരുഷ ശരീരത്തിലെ ബീജോത്പന്നവുമായി ചേർന്ന് ബീജസങ്കലനം നടന്ന് ഭ്രൂണമാവുകയും അത് ഗർഭപാത്രത്തിൽ വെച്ച് വളർന്ന് കുഞ്ഞുണ്ടായി പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ മാസവും നടക്കുന്ന ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഓവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഏതാണ്ട് 12-15 വയസ്സ്. ആ ഒരു സമയത്താണ് ആദ്യമായി ആർത്തവം ഉണ്ടാകുന്നത്. അതായത് മെനാർക്കെ എന്ന് പറയുന്ന ഫസ്റ്റ് ആർത്തവം ഉണ്ടാകുന്നത് 12-15 വയസ്സിൻ്റെ ഇടയിലാണ്. ഈ സമയത്ത് ഓവറിയിൽ നിന്ന് അണ്ഡാശയത്തിനുള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓവം ഗർഭാശയത്തിലേക്ക് എത്തുകയും ആ സമയത്ത് പുരുഷ ബീജവുമായി ചേരുകയാണെങ്കിൽ ഭ്രൂണമായി മാറുകയും അല്ലാത്ത അവസ്ഥയിൽ യൂട്രസിൻ്റെ അണ്ടത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന യൂട്രസിൻ്റെ ആന്തരിക പാളികളും ആർട്ടീരിയൽ ബ്ലഡും പൊട്ടി അണ്ടവും ബീജവും ചേർന്ന് സങ്കലനം നടക്കാതെ വരുന്ന അവസരത്തിൽ രണ്ടും പുറത്തേക്ക് പോകുന്ന ഒരു സ്വാഭാവിക ജൈവിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്നുള്ളത്. ആർത്തവവുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള സിംറ്റംസ് ആണ് കാണിക്കുക. ചിലർക്ക് വയറുവേദനയായിട്ടായിരിക്കും, ചിലർക്ക് തലവേദനയായിട്ടായിരിക്കും, ചിലർക്ക് ഛർദി, ഓക്കാനം പോലെയുള്ള ചില സിംറ്റംസ് ആ സമയത്ത് കാണിക്കാം. ആർത്തവ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും പറയുന്നത് പോലെ ധാരാളം എണ്ണ കുടിക്കാനോ മഞ്ഞളിൽ കുളിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ആർത്തവ സമയത്ത് ഒരു സ്ത്രീക്ക് വേണ്ടത് മിനിമം വിശ്രമവും നല്ല പോഷക സമ്പുഷ്ടമായ ഭക്ഷണവും നല്ല വെള്ളവും ഒക്കെയാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ, സമാധാനപരമായ ഒരു മാനസിക അന്തരീക്ഷവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവം. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫിസിയോളജി നോക്കുകയാണെങ്കിൽ ബയോളജിക്കൽ ജൈവപരമായി എന്താണ് ആർത്തവം എന്നുള്ളത്, ഈ ഒരു പ്രോസസ്സ് എല്ലാ പെൺകുട്ടികളിലും ഉണ്ടാകുന്ന സ്ത്രീകളിലുണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സ് എന്താണെന്നും ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആരോഗ്യപരമായ കാര്യമാണെങ്കിലും ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ഇപ്പോൾ ആൺകുട്ടിയോടാണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ മാസവും ആ ഒരു 21 ദിവസത്തെ 21 മുതൽ 28 ദിവസം വരെയുള്ള ആ ഒരു ഇടവേളകളിൽ എല്ലാ മാസവും ആവർത്തിച്ചു വരുന്ന ഒരു ജൈവിക പ്രക്രിയയാണ് ആർത്തവം എന്നും ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുമെന്നും മിനിമം 4 ദിവസം മുതൽ 7 ദിവസം വരെ 8 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാവുമെന്നും ആ സമയത്ത് കുട്ടിക്ക് കൂടുതലായി വിശ്രമം ആവശ്യമാണെന്നും അവൾക്ക് മറ്റ് ശാരീരികമായും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതൽ മാനസികമായ ബുദ്ധിമുട്ടുകളാണ്. പലർക്കും ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ, കടുത്ത വിഷാദം, ഒറ്റപ്പെടൽ, അകാരണമായ ഭീതി, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മാനസികാവസ്ഥകളിലൂടെ ശാരീരികവും മാനസികവുമായ ഉയർച്ച താഴ്ചകളിലൂടെ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന കാലഘട്ടം കൂടിയാണ് ആർത്തവം എന്ന് കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തുക. എനിക്ക് ആർത്തവമാണ്, എനിക്ക് വിശ്രമം വേണം, അല്ലെങ്കിൽ എനിക്ക് സാനിറ്ററി പാഡ് വേണം എന്ന് ചുറ്റും കൂടിയിരിക്കുന്നവരോട് ഉറക്കെ പറയാനും ആത്മവിശ്വാസത്തോടെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആർത്തവ ചർച്ചകളുടെ പ്രധാന പങ്ക്. ജിതിൻ ടി ജോസഫ്, ഇതിപ്പോൾ ഒരു തികച്ചും വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എങ്ങനെ ഒരു സാമൂഹ്യ വിഷയമായിട്ട് എങ്ങനെയാണ് മാറുന്നത്, അതിൽ സമൂഹത്തിൻ്റെ പങ്ക് എന്താണ്, ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ശുചിമുറികളിലും നമ്മുടെ വീടുകളിലൊക്കെ ചർച്ചയായിരുന്ന വിഷയം ഇന്നത്തെ പൊതുവേദിയിൽ ചർച്ചയാകുമ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ അതിൽ പങ്കുചേരാൻ ഭാഗ്യം ലഭിച്ചതിനകത്ത് സന്തോഷമുണ്ട്. അതിനെ പറഞ്ഞതുപോലെ ഇത് കേവലം ശാരീരിക പ്രക്രിയയാണെങ്കിൽ കൂടി സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ ടച്ച് ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഒരു അഡൽട്ടായിട്ടുള്ള സ്ത്രീയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 30-35 വർഷത്തോളമാണ് ആർത്തവ പ്രക്രിയ നടക്കുക. അപ്പോൾ നമ്മളൊരു മാസത്തിലെ 4-5 ദിവസം ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഏകദേശം 2000 ദിവസത്തോളം ആ ജീവിത കാലയളവിൽ ഒരു സ്ത്രീ ആർത്തവം എന്ന ബ്ലീഡിങ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് 2000 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7 വർഷമാണ്. അതായത് 70 വയസ്സ് വരെ ജീവിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ 10% ജീവിതം ആർത്തവം എന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സ്ത്രീ വിഷയമാവുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ശാരീരികമായ ഒരു പ്രോസസ്സാണെങ്കിൽ കൂടി സ്ത്രീ നമ്മൾ വായിച്ചു നോക്കിയാൽ, ലിറ്ററേച്ചറൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെയും അതുപോലെ വികസ്വര രാജ്യങ്ങളിലെയും സ്കൂൾ ഡ്രോപ്പ് ഔട്ടിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ആർത്തവ പ്രക്രിയയ്ക്ക് തുടങ്ങുന്ന സമയത്ത് ആ ഏജിലും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലായ്മയാണ് ഏകദേശം നമ്മൾ പറയുന്നത്. അതായത് ഇംഗ്ലണ്ടിൽ നടന്ന സ്റ്റഡീസ് വരെ ഉണ്ടാകും. ഇംഗ്ലണ്ടിൽ നടന്ന സ്റ്റഡീസിൽ ഏകദേശം 10% പെൺകുട്ടികൾ അവരുടെ ആർത്തവ സമയത്ത് സ്കൂളിൽ വരാറില്ല, ഇംഗ്ലണ്ട് പോലത്തെ ഒരു വികസിത രാജ്യത്ത്.
10% കുട്ടികൾ അവരുടെ ഒരു വർഷത്തെ ഏകദേശം 60 സ്കൂൾ ദിനങ്ങളാണ് മിസ് ചെയ്യുന്നത് ഈ ആർത്തവ പ്രക്രിയ നടക്കുന്നത് കൊണ്ടും അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സ്കൂളിലോ മറ്റു സ്ഥലങ്ങളിലോ ഇല്ലാത്തത് കൊണ്ടും ഇത്തരത്തിൽ സ്ത്രീയുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ആർത്തവ പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മാറിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് തികച്ചും ഈ ഒരു ആർത്തവ ആക്ടിവിസം എന്നുള്ള സംഭവം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ രൂപീകരിക്കാൻ കാരണം. ഇത് മാത്രമല്ല, ജോലി സ്ഥലങ്ങളിലും ഇതേ തരത്തിലുള്ള അസൗകര്യങ്ങൾ മൂലം, അതായത് കൃത്യമായിട്ടുള്ള സാനിറ്ററി പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലായ്മയും മറ്റ് പല കാരണങ്ങളും ആബ്സെൻറ്റ്, അതായത് ജോലിക്ക് വരാതെയും ഒക്കെ ഇരിക്കാനുള്ള കാരണമായി മാറും. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെയും സ്ത്രീയുടെ മുന്നോട്ടുള്ള വളർച്ചയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിൽ കൂടി ആർത്തവ പ്രക്രിയ സ്ത്രീയുടെ മാനസികമായിട്ടുള്ള അവസ്ഥയിലും ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ PMS എന്നും PMDD എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും സ്ത്രീയെ മാറ്റി നിർത്താനുള്ള ഒരു സംവിധാനമായി ഉപയോഗിക്കേണ്ടതല്ല. നമ്മൾ സമൂഹം എന്ന നിലയിൽ ചെയ്യേണ്ടത് ഇവരുടെ ആർത്തവത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ പരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി സ്ത്രീയാണ്. കാരണം ആ പരിണാമ പ്രക്രിയയുടെ ശാരീരിക രൂപപ്പെടുന്നത് സ്ത്രീയുടെ ശരീരത്തിലാണ്. ആ പരിണാമ പ്രക്രിയയുടെ സ്ത്രീയെ സ്പെഷ്യലാക്കുന്ന ഒരു പ്രത്യേകതയാണ് ആർത്തവം തന്നെ. അതുകൊണ്ട് തന്നെ അവളെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ആർത്തവത്തെക്കുറിച്ചും ആർത്തവ പ്രക്രിയയെക്കുറിച്ചും അവളെ പഠിപ്പിക്കുകയും അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യം മനസ്സിലാക്കി സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഒരു രാഷ്ട്രീയ വിഷയമെന്ന നിലയിലും സ്ത്രീപക്ഷ വിഷയമെന്ന നിലയിലും ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ റോള് ഇവളെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, ഇവളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് അവളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. 7 വർഷം എന്നൊക്കെ ഇവിടെ പറയുമ്പോഴാണ് ഒരു ഞെട്ടൽ വന്നത്. 7 വർഷമാണ് മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇതിൻ്റെ പേരിലൊക്കെ അശുദ്ധി ഒക്കെ കൽപ്പിച്ച് മാറ്റി നിർത്തുമ്പോൾ ഒരു മനുഷ്യായുസിൻ്റെ 7 വർഷം പോവുക എന്നുള്ള ഒരു ഞെട്ടലോട് കൂടിയാണ് ഇത് കേട്ടത്. ഡോക്ടർ ഷിംന അസീസ് ഈ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാമൂഹ്യമായ കാര്യങ്ങളും ജൈവ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയെന്ന് പറഞ്ഞു. ഇത് എവിടെ വെച്ചിട്ടാണ് ഇതിനൊരു അശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഇപ്പം ഹിന്ദു മതത്തിനകത്ത് പറയുന്നുണ്ട് ഈ ഇന്ദ്രൻ്റെ ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള 1/3 ശാപം ഏറ്റുവാങ്ങി എന്നൊക്കെ പറയുന്നു. നേരെ മറിച്ച് കത്തോലിക്കയിൽ നോക്കുന്ന സമയത്ത് അത്രത്തോളം ഒന്നും ഇതൊരു പ്രശ്നമായിട്ടേ പരിഗണിക്കുന്നില്ല. പള്ളിയിൽ പോവാം, കുർബാന കൈക്കൊള്ളാം. ഇതൊക്കെ പല രീതിയിലാണ് പല കാലങ്ങളിൽ പലയിടങ്ങളിൽ വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെയാണ് ഈ അശുദ്ധി എന്നുള്ള സങ്കല്പത്തിൻ്റെ പിന്നിലെ ഹിഡൻ അജണ്ട എന്തായിരിക്കും? ആദ്യമായി വേദിയിൽ കയറിയിരിക്കാനുള്ള അതും ഇത്രയും പ്രസക്തമായൊരു വിഷയത്തിന് വേദിയിൽ കയറിയിരിക്കാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുന്നു. ആർത്തവത്തിൻ്റെ ഫിസിയോളജി ഡോക്ടർ ഷബ്ന പറഞ്ഞു. അതായത് നമ്മളുടെ ഉപയോഗിക്കപ്പെടാത്ത അണ്ടവും എൻഡോമെട്രിയം ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയും അതിൽ നമ്മൾ കുട്ടി വരികയാണെങ്കിൽ, ഭ്രൂണം വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൈറൽ ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലുകളും പിന്നെ കുറച്ച് ഗർഭപാത്രത്തിനകത്തുള്ള കുറച്ച് സ്രവങ്ങളും ഇതാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലിപ്പോൾ ഏതാണ് അശുദ്ധി എന്ന് ചോദിച്ചാൽ, അണ്ടം അശുദ്ധിയാണെങ്കിൽ നമ്മളൊക്കെ പകുതി അശുദ്ധിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗർഭപാത്രത്തിനകത്തെ പാളി അശുദ്ധിയാണെങ്കിൽ നമ്മൾ 10 മാസം നമ്മൾ ഒന്നിനും കൊള്ളൂലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെർവൈക്കൽ മ്യൂക്കസ് അശുദ്ധിയാണെങ്കിൽ ഈ വെള്ളപ്പൊക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാശ് വാങ്ങുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. വെള്ളപ്പൊക്ക് എന്ന് പറഞ്ഞൊരു അസുഖമില്ല. അത് എല്ലാ മാസവും എപ്പോഴും ഉള്ള ആ നോർമൽ ഡിസ്ചാർജിന്, അതുകൊണ്ടാണ് വണ്ണം കുറയുന്നത്, വരൂ നമുക്ക് മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് കച്ചവടാക്കുന്നൊരു പരിപാടിയുണ്ട്. അതും ഒരു അസുഖമല്ല. അപ്പം ഈ പറയുന്ന സെർവൈക്കൽ മ്യൂക്കസ്, അതുപോലെയുള്ള ശരീരത്തിലെ നോർമലായ രക്തം, ഇവിടെ മുറിഞ്ഞാൽ വരുന്ന അതേ രക്തം, കൈ മുറിഞ്ഞാൽ വരുന്ന അതേ രക്തം. അപ്പോൾ ഇതിൽ അശുദ്ധമായ ഭാഗം ഏതാണ് എന്ന് വ്യക്തമാക്കി തരാൻ പറഞ്ഞാൽ ഇതിലൊരു അശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാ റിലീജിയസ് ടെക്സ്റ്റുകളിലും അശുദ്ധി എന്നുള്ള ഒരു ഇൻ കോട്ട്സ് അശുദ്ധി എന്നുള്ള വാക്ക് നമ്മളുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മളൊക്കെ ബൈ ഡിഫോൾട്ട് ജനിക്കുമ്പോൾ ഒരു മതത്തിൽപ്പെട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ആ മതത്തിലുള്ള എന്തായാലും ഒരു ടീച്ചിങ് ഉണ്ടാവും. ഈ സമയത്ത് ആർത്തവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് ബ്രെയിനിൽ രജിസ്റ്റർ ആയി പോയത് കൊണ്ട് അശുദ്ധ രക്തം, കറുത്ത രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അത് ബ്രെയിനിൽ രജിസ്റ്റർ ആയിപ്പോയി. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അതിലുള്ള ഒരു വസ്തു അശുദ്ധിയല്ല. ഇനി അവിടം കൊണ്ട് തീർന്നോ? അവിടം കൊണ്ടും ഉപദ്രവം തീരുന്നില്ല. ആർത്തവ സമയത്ത് ഞാൻ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ വരുന്ന ഡൗട്ട്സ് ഉണ്ട്, ഭയങ്കര രസമാണ്. അപ്പം ആർത്തവ സമയത്ത് തുളസി നുള്ളിയാൽ തുളസി കരിഞ്ഞു പോവും. ഞാൻ വേണമെന്ന് വെച്ചാൽ 2-3 തുളസി നുള്ളി, ഒന്നും സംഭവിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേര മേലേക്ക് കയറുമെന്ന് പറഞ്ഞു.
ചേരയ്ക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ചേരയ്ക്ക് ഇങ്ങനെ രക്തം മണത്ത് വന്ന് പിടിച്ച് കയറുന്ന ജോലിയല്ല. പാഡ് വലിച്ചെറിഞ്ഞാൽ പാഡിൻ്റെ മണം പിടിച്ചിട്ട് പാമ്പ് വരും. പിന്നെ ഭക്ഷണം ആ സമയത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് സംഭവിക്കുക അപ്പോൾ? എന്തുകൊണ്ട് കഴിച്ചുകൂടാ? ആ സമയത്ത് നോർമലി നമുക്ക് ജലദോഷം വന്നാൽ മൂക്കിൽ നിന്ന് മ്യൂക്കസ് വരുന്നുണ്ട്. നമുക്ക് ടോയ്ലറ്റിൽ എന്നും നമ്മൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകുന്നവരാണ്. അതും നോർമലി ഒരു എക്സ്ക്രീഷൻ പ്രോസസ്സാണ്, വേർക്കുന്നുണ്ട്. മനുഷ്യൻ്റെ എക്സ്ക്രീഷൻ കൊണ്ടാണ്, അത് പുറത്തേക്കൊരു വസ്തു വരുന്നത് കൊണ്ടാണ് മനുഷ്യൻ അശുദ്ധ ആവുന്നതെന്നുണ്ടെങ്കിൽ, ആർത്തവ അശുദ്ധിയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് വരുന്ന എല്ലാ എക്സ്ക്രീഷനും അശുദ്ധിയാണ്. നമ്മളെല്ലാവരും അശുദ്ധരാണ്. ഇനി റിപ്രൊഡക്റ്റീവ് സെൽ പുറത്ത് വരുന്നതാണ് അശുദ്ധി എന്നെങ്കിൽ നമ്മളെക്കാളും കഷ്ടമാണ് ആണുങ്ങളുടെ കാര്യം. ഇത്രയും സ്ഖലനം സംഭവിക്കുന്ന ആണുങ്ങൾ ചുറ്റുമുണ്ട്, ഇവരൊക്കെ അശുദ്ധരോട് അശുദ്ധരാണ്. എന്തുകൊണ്ട് ഈ ഒരു മാറ്റി നിർത്തൽ, ഒരു അശുദ്ധി, ഒരു എന്താ പറയുക, ഒരു സെഗ്രിഗേഷൻ അത് സംഭവിക്കുന്നത് വളരെ വിചിത്രമായൊരു സംഗതിയാണ്. ഒന്ന് വരുന്നത് റിലീജിയസ് ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ സൗകര്യപൂർവ്വം അശുദ്ധർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ മറ്റേ ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, മെയിൽ ഹാഫ്, അവർക്ക് കിട്ടുന്ന ഡോമിനൻസ് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, ഒരു സൗകര്യം. കാരണം പെണ്ണുങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാപ്പ പോയ സൂപ്പി മൂപ്പൻ എന്ന് പറയുന്ന പോലെ പിന്നെ ആണുങ്ങളും ഉഷാറായി. അപ്പം അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതായത് ആ മെയിൽ ഡോമിനൻസ് വിട്ടുകൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവരങ്ങോട്ട് മാറി നിൽക്കട്ടെ, ആ ഒരു രീതിയിലുള്ളൊരു കോൺസെപ്റ്റും അങ്ങനെയുള്ളൊരു സൂത്രപ്പണി കൂടി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരേ ഒരു കാര്യം, ഒരു വ്യത്യാസം, ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് കാണിക്കേണ്ടത് സ്ത്രീകൾക്ക് ഒരാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർത്തവ സമയത്ത് ഈ പറഞ്ഞ പോലെ ആർത്തവത്തിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ, PMS എന്ന് പറയുന്ന പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ഭാര്യയും അമ്മയൊക്കെ ചീത്ത പറഞ്ഞെന്ന് വരും. എന്നും കിട്ടുന്നതിന് പുറമെ കിട്ടും, അങ്ങനെ ഒരു ആഡഡ് ആയിട്ട് കിട്ടും. അപ്പം ഈ പറയുന്ന ദേഷ്യം, സങ്കടം വരുമ്പോൾ ഒരു കാര്യമില്ലാതെ കരയുമ്പോൾ ഇവൾക്ക് എന്തോ തകരാറുണ്ടെന്നല്ല, ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കുറച്ചങ്ങ് സഹിച്ചേക്കാം, നമുക്കൊന്ന് കൂടെ നിന്ന് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് എന്തായാലും ആർത്തവം ഷെയർ ചെയ്യാൻ പറ്റില്ല, പ്രസവവേദന ഷെയർ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഷെയർ ചെയ്യാമല്ലോ, അപ്പോൾ ഒന്ന് കൂടെ നിന്ന് കൊടുക്കുക. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാഡ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കഷ്ടകാലത്തിന് ഒരു വർഷം ബുധനാഴ്ച വൈറ്റ് യൂണിഫോം ആയിരുന്നു. കൃത്യമായിട്ട് അന്ന് രാവിലെയായി അസംബ്ലിക്ക് പോകണം. അസംബ്ലിക്ക് പോയില്ലെങ്കിൽ പ്രിൻസിപ്പൾ വിളിച്ച് പൊക്കും. അവസാനം അസംബ്ലി ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ പതുക്കെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറി പാഡ് നമ്മൾ അരയിലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഷാള് വെച്ച് അതിൻ്റെ മുകളിൽ സ്കാർഫ് വെച്ച് ഇങ്ങനെ ഒളിപ്പിച്ച് കടത്താൻ വേണ്ടി ഇതെന്താ മയക്കുമരുന്നോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പബ്ലിക്കായിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു സ്റ്റേ ഫ്രീന്നോ വിസ്പർന്നോ പറഞ്ഞാൽ അതൊരു ന്യൂസ് പേപ്പറിലിട്ട് പൊതിഞ്ഞ്, ഒരു കവറിലിട്ട് പൊതിഞ്ഞ്, വേറൊരു പാക്കറ്റിലിട്ട് പൊതിഞ്ഞ്, എന്തിനാ ഇങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നത്? ഇത് എന്തുകൊണ്ട് തുറന്ന് പറഞ്ഞുകൂടാ? ഇത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് പറയാനുണ്ടെങ്കിൽ ഇത്രയും സ്വാഭാവികമായ ഒരു കാര്യത്തെക്കുറിച്ചും പറയാൻ പറ്റണം. അശുദ്ധി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ദയവ് ചെയ്ത് ഇങ്ങനൊരു വലിയ സദസ്സ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇവിടെയുള്ള പുരുഷന്മാരോട് കൂടി പറയാനുള്ളത്, ഇത് അശുദ്ധിയല്ല, ഞങ്ങൾ ആരും അശുദ്ധരല്ല. ഇതിൽ എന്തൊക്കെ ഒരു നോർമൽ മനുഷ്യൻ എന്തുണ്ടോ അതിൻ്റെ ഭാഗമാണ് ആർത്തവം. സോ അശുദ്ധി എന്ന കോൺസെപ്റ്റ് മാറ്റുക, ഇത് സ്വാഭാവികതയാക്കി മാറ്റുക. ആർത്തവം അശുദ്ധിയല്ല. അശുദ്ധിയല്ല എന്ന് നമ്മൾ അടിവരയിടുന്ന സമയത്തും അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നേപ്പാളിൽ 3 പേരുടെ മരണം ഈ ആർത്തവപുരയിലേക്ക് മാറ്റി താമസിപ്പിച്ച് അവിടെ തണുപ്പ് കാരണം പുകയിട്ട് ആ പുക ശ്വസിച്ച് മരിച്ച ആൾ. തൊട്ടപ്പുറം തമിഴ്നാട്ടിലാണ് അതിൻ്റെ വീട് തെങ്ങ് മറിഞ്ഞ് വീണിട്ട് മരിക്കുന്നത്. ഇതല്ലെങ്കിലും മരണമല്ലെങ്കിൽ പോലും പലവിധ ഇത്തരം അനുഭവങ്ങളിലൂടെ ജീവിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുക, അതിൻ്റെ പേരിൽ മുറിവേൽപ്പിക്കപ്പെടുക, വളരെ സ്വാഭാവികമായി കരുതേണ്ടുന്ന ഒരു ശാരീരിക പ്രക്രിയയുടെ പേരിൽ എന്തെന്തൊക്കെ രീതിയിലുള്ള അപമാനങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിട്ടുള്ളത്. അതൊക്കെ അങ്ങനെ സഹിക്കേണ്ടുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്കിതിൻ്റെ പ്രായോഗിക അനുഭവങ്ങൾ, ഇത്തരം എന്തെങ്കിലും വിവേചനം എന്നുള്ള നിലയ്ക്ക് ശബ്നയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇന്ന് രാവിലെ വരുന്ന സമയത്ത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടൊരു ആൺ സുഹൃത്ത്, കുറേ കാലമായിട്ട് അറിയാവുന്നൊരു അത്രയും ക്ലോസ് ആയൊരു സുഹൃത്താണ്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പം ഇങ്ങനെ KLF-നാണ്, ആർത്തവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലമായി, ഒരു കുട്ടിയൊക്കെ ആയി, 2 വയസ്സുള്ള മോനൊക്കെ ഉണ്ട്. എന്നാലും അവളുടെ കാര്യങ്ങൾ എനിക്കറിയാവുന്നത്, അവൾ ഏത് കൺമഷിയാണ് ഇടുന്നതെന്നറിയാം, തലയിൽ ഏത് എണ്ണയാണ് തേക്കുന്നതെന്നറിയാം, ഏത് ഡ്രസ്സാണ് അവൾക്ക് ഇഷ്ടമെന്നറിയാം. പക്ഷെ അവൾ ഇപ്പോഴും പാഡാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പാണോ യൂസ് ചെയ്യുന്നത്, ആർത്തവ സമയത്ത് അവൾക്ക് എന്താണ് ഉണ്ടാവുന്നത്, ആ സമയത്ത് അവൾ തനിയെ പോയി കിടക്കുമെന്നല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്ക് അവളെക്കുറിച്ച് അറിയില്ല. ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എന്താണ് ആർത്തവം എന്ന് അറിയാൻ തുടങ്ങിയതും അതൊരു സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നതിന് ശേഷമാണ് എന്നൊക്കെ അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഇത്തരം ചർച്ചകളുടെ ഒക്കെ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്.
ഈ അടുത്ത ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഞാൻ മുന്നേ എഴുതിയൊരു കാര്യമാണ്. അവിടെ അവരൊരു ടൂറ് കഴിഞ്ഞ് വന്നിരിക്കുകയായിരുന്നു. അപ്പം ബാഗൊക്കെ അൺപാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അമ്മയുടെ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ നിന്ന് സാനിറ്ററി പാഡിൻ്റെ നാപ്കിൻ്റെ കവറുകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 5ലോ 6ലോ പഠിക്കുന്ന ചെറിയൊരു ആൺകുട്ടി മോൻ അതെടുത്ത് ഉമ്മയുടെ പാമ്പേഴ്സാണിത് എന്ന് പറഞ്ഞ് ഉമ്മയുടെ അലമാരയിൽ കറക്റ്റായി കൊണ്ടുപോയി അവിടെ വെച്ചു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉമ്മമാർക്കും അമ്മമാർക്കും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആൺകുട്ടികൾ ഇത്രയും സ്വാഭാവികമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഈ ഒരു കാലത്തിൻ്റെ വലിയൊരു മാറ്റം തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ മുന്നേയുള്ള തലമുറയ്ക്ക് അതിലും കൂടുതൽ പറയാനുണ്ടാവും. എൻ്റെ ഒപ്പം പഠിച്ച ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഞാൻ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു 8 ദിവസം വീട്ടിൽ ചോറ് വാർക്കാൻ പറ്റില്ല, വീട്ടിൻ്റെ അടുക്കളക്കകത്തേക്ക് കയറാൻ പറ്റില്ല. ആരെങ്കിലും അച്ഛനോ മാമനോ ഒക്കെ ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ദൂരെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. ചെടി നനയ്ക്കാൻ പറ്റില്ല, ഷിംന ഡോക്ടർ പറഞ്ഞ പോലെ തുളസി നുള്ളാൻ പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സമൂഹത്തിലേക്ക് ഇത്തരം രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരു രാത്രി കൊണ്ട് ഒരു വലിയൊരു മാറ്റം സംഭവിക്കില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മറ്റൊരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. സുഹൃത്തിൻ്റെ അച്ഛൻ 3 പെൺകുട്ടികളാണ്. സുഹൃത്തിന് മൂത്ത മോൾക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായപ്പോൾ പെൺകുട്ടിയാന്ന് അറിഞ്ഞ് അച്ഛൻ പറയുകയുണ്ടായി, ഇതുവരെ 3 പെൺകുട്ടികൾക്കും ഭാര്യയ്ക്കും അടക്കം 4 പേർക്കുള്ള പാഡ് വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ 5ാമത്തെ ആൾക്കും കൂടെയുള്ള പാഡ് വാങ്ങിക്കണമല്ലോ എന്ന്. അത്രയൊരു സ്വാഭാവികമായ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരം ചർച്ചകളുടെ ഉദ്ദേശവും ആ ഒരു മാറ്റങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ വീട്ടിൻ്റെ അകങ്ങളിൽ ഇപ്പോൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള സൂചനകളാണ്. കാരണം നമ്മുടെയൊക്കെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ പുറത്താവുന്നതും ദൂരത്താവുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഓർമ്മകൾ നമുക്കുണ്ട്. ഇപ്പം എന്തായാലും ആരും പുറത്തൊന്നും ആവുന്നില്ല, ദൂരത്തും ആവുന്നില്ല, വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ വീട്ടിൻ്റെ അകത്തു നിന്ന് ആട്ടി ഓടിച്ച ഒരു അനാചാരത്തെയാണ് ഇവ നാട്ടിലെ ആചാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മുന്നിൽ നമ്മൾ തളർന്നു പോകാൻ പാടുണ്ടോ എന്നുള്ളൊരു വളരെ പ്രസക്തമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യർ ചോദിക്കേണ്ടുന്ന ചോദ്യമുണ്ട്. എന്തു തോന്നുന്നു, വീട്ടിൽ നാട്ടി ഓടിച്ച ഒരു അനാചാരത്തെ വീണ്ടും നാട്ടിലുള്ള ആളുകൾ ആചാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഷിംന എങ്ങനെ കാണുന്നു? ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് യഥേഷ്ടം ഹർത്താലുകളൊക്കെ കിട്ടിയൊരു സമയമാണ്. കുറേ അവധികൾ കിട്ടി. അപ്പോൾ എന്തിനാണ് അവധി എന്ന് ചോദിക്കുമ്പോൾ ആർത്തവത്തിനാണ് അവധി. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇതാണ് സംഗതി. അതിപ്പോൾ ഇതിന് മാത്രം വലിയ സംഭവമാണ്. ഇതിപ്പോൾ കലാപമൊക്കെ നടക്കണോ നാട്ടിൽ? എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആൺകുട്ടികൾ ഈ ഒരു വിഷയം വരുമ്പോൾ ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിരുന്നവർ ഇപ്പോൾ അല്ല ടീച്ചർ ശരിക്കും അപ്പോൾ എന്താ നടക്കുക, അപ്പോൾ എന്നിട്ട് ശരിക്കും എന്താ നടക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതിലിപ്പോൾ എന്താ കുഴപ്പം? ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനെങ്ങനെ മാറ്റി നിർത്തുന്നത്? ഞങ്ങൾക്കിതൊന്നും അറിയില്ലല്ലോ. ഈ കണ്ട പ്രളയമൊക്കെ കഴിഞ്ഞിട്ടും ആൺകുട്ടികൾക്ക് മാത്രമൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ആർക്കെങ്കിലും പാഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? +1 കുട്ടികളാണ്. ഇല്ല, വാങ്ങിക്കൊടുത്തിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കടയിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ അവർ ആ സാധനം കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രളയ സമയത്ത് ദുരിതാശ്വാസ സമയത്ത് നിങ്ങൾ ഈ സാധനം പാക്ക് ചെയ്യുന്ന അപ്പം കണ്ടിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനെ എന്തോ ഒരു നിഗൂഢതയാക്കി വലിയൊരു സാമൂഹിക പ്രശ്നമാക്കി ഒരു അയിത്തമാക്കി മാറ്റി ആചാരങ്ങളുടെ ഭാഗമാക്കി മാറ്റി അതൊരു എന്താ പറയുക, കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ചിരിക്കുന്നൊരു തമാശയായിരിക്കും ഈ പറയുന്ന ആർത്തവത്തിൻ്റെ പേരിൽ അവിടെ കയറാൻ പറ്റില്ലായിരുന്നു, ഇപ്പം തന്നെ 4 പ്രാവശ്യം കയറി, ഇപ്പം ഹർത്താലില്ല. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് അവളവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിശ്വാസികളാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു ശക്തി തരുന്ന, അങ്ങനെയാണെങ്കിൽ ആ ഒരു ശക്തി തരുന്നത് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ആ രീതിയിലുള്ളൊരു സംഗതി ദൈവം തന്നതാണെങ്കിൽ ശരി, ദൈവം തന്നത് ആ ഒരു അവസ്ഥയിൽ ദൈവം ദൈവവും കൂടെ മാറ്റി നിർത്തുകയാണ്. യുഗം എന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഒരു സംഗതിയാണോ ഇത്? അതിലെന്താണ് നമുക്ക് തന്നെ നമ്മൾ തന്നെ ഒരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു വേറിട്ട് നിർത്തുന്നതിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നതിലോ ഒരു അയിത്തം കൽപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം മാറി നിൽക്കണം എന്ന് കരുതുന്നതിലോ അല്ലെങ്കിൽ അവർ ബാക്ക് സ്റ്റേജിൽ നിൽക്കണം എന്ന് കരുതുന്നതിലോ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്ന് സ്വയം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം. പിന്നെ റിലീജിയസ് ടെക്സ്റ്റുകൾ പറയുന്ന കാര്യം ശരി, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമുക്ക് വിശ്വസിക്കാം, ആയിക്കോട്ടെ. എങ്കിൽ പോലും മനസ്സിലാക്കുക, ഒരിക്കലും അതിൽ ഒന്നും തന്നെ നമ്മൾ ഒരു വിഭാഗത്തെ
ഇൻഫീരിയർ ആയിട്ട് കാണണമെന്നോ അല്ലെങ്കിൽ അവരെ ഒരു മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അവർ ഒരു വെറുക്കപ്പെട്ടവരാണെന്നോ മാറ്റി നിർത്തേണ്ടവരാണോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു രീതി എന്തായാലും കാലങ്ങൾ കൊണ്ട് മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് മുന്നിലുള്ള ഈ ഒരു ജനക്കൂട്ടം. അത് ഇനിയും മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജിതിൻ, ഈ ചർച്ചയിൽ ഇതിനോട് ആഡ് ചെയ്തെന്നോട് പറഞ്ഞു ഈ ഷിംന ആർത്തവത്തിന്റെ ആ ഒരു രഹസ്യാത്മകതയെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ പഴയകാല സാനിറ്ററി പാഡുകളിലൊക്കെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ രഹസ്യാത്മകതയെ ഭയങ്കരമായിട്ട് വിൽക്കുന്നതാണ് ആ ദിവസങ്ങൾ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വായിച്ചാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു സാനിറ്ററി പാഡിന്റെ പേര് തന്നെ വിസ്പർ എന്നാണ്. രഹസ്യമായി പറയേണ്ട ആ അവസ്ഥയെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചരിത്രാതീത കാലം തൊട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് നമുക്കുള്ളത്. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സ്ത്രീയെ രണ്ടാമതാക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പം അതിന് പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉപയോഗിക്കാം. ശാരീരികമായി സ്ത്രീക്കുള്ള പ്രത്യേകതകളെ അവളെ രണ്ടാം തരമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ പറഞ്ഞ അശുദ്ധിയും ഈ പറഞ്ഞ ആ സമയത്തെ അവൾ ബലഹീനയാണെന്നുള്ള കൺസെപ്റ്റും. അത് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പണ്ട് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കായികപരമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ പെൺകുട്ടികളെ വിളിക്കത്തില്ല. 2 ഡെസ്ക് മാറ്റിയിടണമെങ്കിലോ ബെഞ്ച് മാറ്റിയിടണമെങ്കിലോ അത്തരത്തിൽ സ്ത്രീ ശരീരം വീക്കാണെന്നും സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന സ്വാഭാവിക പ്രക്രിയകൾ അശുദ്ധമാണെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുണ്ടാക്കിയെടുത്ത രീതികളാണ്. ഈ മത നിയമങ്ങളും സാമൂഹിക നിയമങ്ങളൊക്കെ പുരുഷന്മാരാണ് കൂടുതൽ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ അവരതൊക്കെ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാരെ ആദ്യമേ നല്ലപോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത്. ജിതിൻ, അതിനകത്ത് എൻ്റെ ബാക്കി നിന്നോളാം. പിന്നെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആർത്തവം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാണ്ട് പോയ ഒരു പാനലിസ്റ്റ് ജിതിനാണല്ലോ. അങ്ങനെയുള്ളൊരു നല്ലൊരു അനുഭവം ജീവിതത്തിൽ ഇല്ലാതെ പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ജിതിന് ഇതിനെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ഇതിനെ എങ്ങനെയാണ് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടുന്നത്, ഇതിനെ കാണേണ്ടത്? പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നൊന്നും നമ്മൾ കരുതാത്തടത്തുനിന്ന് പെട്ടെന്നുണ്ടായ ഒരു ജമ്പിങ് കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ഇത്രയും വിദ്യാഭ്യാസമൊക്കെ കിട്ടിയെന്ന് പറയുന്ന ഒരു ജനത എങ്ങനെയാണ്, അതിലൊരു പകുതിയോളം വരുന്ന ജനത ഇതിനെങ്ങനെയാണ് കൂടുതൽ ഇതിനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ്, ഏത് നിലയ്ക്കാണെന്നുള്ളത്? എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർത്തവത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് തന്നെ അത് എന്തോ പ്രത്യേകതയുള്ള, എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്കൊരു സഹോദരിയാണല്ലോ, ഞങ്ങൾ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം അതുവരെ ഒരുമിച്ച് കളിച്ച് നടന്ന സഹോദരിക്ക് ആർത്തവം തുടങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്, അവൾ വലിയ കുട്ടിയായി, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിന്ന് കളിക്കണ്ട, അല്ലെങ്കിൽ വലിയ കുട്ടിയെ പോലെയാണ്, അവർ മാറി നിൽക്കട്ടെ. അത്ര പെട്ടെന്നാണ് നമ്മളെ അടുത്തുനിന്ന് നമ്മുടെ സഹോദരിയെ തന്നെ മാറ്റുന്നത്. അപ്പം മാറ്റി നിർത്തപ്പെടേണ്ട എന്തോ ആണെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് ചെറുപ്പകാലം തൊട്ട് തന്നെ കുടുംബത്തിൽ നിന്ന് ഇട്ട് തരിക. അതിൻ്റെ കൂടെ തന്നെ സ്ത്രീ വിരുദ്ധതയും കൂടെ വളരുമ്പോഴത്തേക്കും തീർച്ചയായും ആർത്തവത്തെക്കുറിച്ച് വളരെ വിയേർഡായിട്ടുള്ള ചിന്തകളൊക്കെ പുരുഷന്മാർക്കുണ്ടാവും. നമ്മൾ മനസ്സിലാക്കി നോക്കിയാൽ സ്ത്രീകൾ ആർത്തവത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇത്രത്തോളം വേർതിരിവാണ്. അപ്പം പുരുഷൻ ആർത്തവത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കുക. പലപ്പോഴും ഞങ്ങളൊക്കെ അനുഭവിച്ച് വരുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ സാധാരണ സംസാരിക്കുന്ന 2 വിഷയങ്ങൾ, ഒന്ന് സ്ത്രീപക്ഷപരമായ വിഷയങ്ങൾ, രണ്ടാമത് LGBT വിഷയങ്ങളോ. LGBT വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പ്രശ്നക്കാരനാണ് എന്ന രീതിയിലാണ് പലരും കാണാറ്. ഇത് തന്നെയാണ് നമ്മളെ ചാപ്പ് കുത്തുക എന്നുള്ളൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ മുന്നോട്ട് വരാത്തത്. പുരുഷന്മാർ ആർത്തവത്തെ മനസ്സിലാക്കേണ്ട പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവർ പറഞ്ഞതുപോലെ എത്ര പുരുഷന്മാർക്ക് ഒരു കടയിൽ ചെന്ന് ഭാര്യയ്ക്ക് വേണ്ടിയോ സഹോദരിക്ക് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ ഒരു സാനിറ്ററി പാഡ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള, എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. സത്യമായിട്ടും ഞാൻ പറയുകയാണ്, എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അവിടെ ചെന്ന് കടയിൽ ചെന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കുള്ള അവരുടെ മുഖത്തെ ഭാവങ്ങളും ഭാവഭേദങ്ങളും കാണുമ്പോൾ ചോദിക്കാൻ തോന്നാറില്ല. ആ കാര്യത്തിനാണ് മാറ്റം വരേണ്ടത്. അതിന് തീർച്ചയായും പെൺകുട്ടികളെ നമ്മൾ ഏത് രീതിയിൽ ആർത്തവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നോ അതേ രീതിയിൽ തന്നെ പുരുഷന്മാരെയും നമ്മുടെ ആൺകുട്ടികളെയും പഠിപ്പിക്കണം. തൻ്റെ കൂടെ ഉള്ള തൻ്റെ അമ്മയും സഹോദരിയും അല്ലെങ്കിൽ തൻ്റെ കാമുകിയോ ഭാര്യയോ അവർ കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കിയാൽ തന്നെ അവരുടെ ഒപ്പം കൂടെ നിന്ന് ഈ പ്രക്രിയനെ അവരുടെ കൂടെ നിൽക്കാനായിട്ട് പുരുഷന്മാർക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഷംന പറഞ്ഞ പോലെ ആൺകുട്ടികളെ മാറ്റി നിർത്തിയല്ല നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ആൺകുട്ടികളെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു പുരുഷനെന്ന നിലയിൽ നമ്മൾ ഇവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും സഹായകരമായി മാറുന്നത്. പുതിയ ആൺകുട്ടികളിൽ ഒക്കെ കുറേ മാറ്റം വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം
മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ മരണശേഷമാണ് ഞാൻ FB വേൾ പരിശോധിക്കുന്നത്. അതിൽ അഭിമന്യു എഴുതിയിട്ടുള്ള ഒരു വലിയ കുറിപ്പ് ആർത്തവത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് മുമ്പ് സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ ബാഗ് ഏൽപ്പിച്ച കുട്ടിയുടെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ പാഡ് കണ്ടപ്പോൾ, പിന്നീട് ആ പെൺകുട്ടി മിണ്ടാണ്ടായതിനെക്കുറിച്ചും, പിന്നീട് സുഹൃത്ത് പിന്നെ കാമുകിക്ക് പിന്നെ അവരുടെ വാലന്റൈൻസ് ഡേ പ്രസൻ്റായിട്ടോ മറ്റോ മെൻസ്ട്രുവൽ കപ്പ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം, അതെന്തൊക്കെ ആയാലും വലിയ മാറ്റം തന്നെ വേറെ രീതിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിതിൽ സദസ്സിൻ്റെയും കൂടി അഭിപ്രായം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഡോക്ടർമാരും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അവരോട് വേറെ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദിക്കാനുള്ള കാര്യങ്ങളും ചോദിക്കാം. ഇതൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയ്ക്കും ഒരു ജൈവിക പ്രക്രിയ എന്നുള്ള നിലയ്ക്കും അതിനേക്കാൾ ഉപരി ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്കും ഓരോരുത്തർക്കും പ്രതികരിക്കാനുള്ള അവസരം തരികയാണ്. ഞാൻ സംഗീത. ഇതിൽ ആർത്തവത്തെ കാണുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ഇതിനെ വല്ലാതെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ശരീരത്തിൽ ഉടലിൽ ചെമ്പരത്തിപ്പൂ വിരിയുന്ന, റോസാപ്പൂ വിരിയുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വല്ലാതെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു രീതിയും കാണാം. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ശരിക്കും ഇതൊരു സ്വാഭാവിക ജൈവ പ്രക്രിയ, ശ്വസനം പോലെ, വിസർജനം പോലെ, ശരീരത്തിൽ നടക്കുന്ന മറ്റേത് ഫിസിക്കൽ പ്രോസസ്സിനെയും പോലെ ഒരു പ്രോസസ്സ് മാത്രമാണെന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ, ഞാൻ ഇവിടെ അങ്ങനെ സൂചിപ്പിച്ചു എന്നല്ല പറയുന്നത്, പക്ഷെ പൊതുവെ അങ്ങനെ ഒരു പതിവുണ്ട്. അതല്ല, ഇതൊരു സ്വാഭാവികമായ പ്രവർത്തനം മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്ന് കരുതുന്നു. രണ്ടാമതൊരു കാര്യം, ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പം 6ലോ 7ലോ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ, ആൺകുട്ടികളിലടക്കം ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാവേണ്ടത് പ്രധാനമാണ്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും കൂടെയുള്ള പെൺകുട്ടികൾക്ക് ആർത്തവം ഉണ്ടാകുമ്പോൾ സ്കൂളിൽ ആബ്സെൻ്റ് ആകുമ്പോൾ കളിയാക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അവന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രധാനമാണെന്ന് തോന്നുന്നു. എനിക്കുള്ള വ്യക്തിപരമായ ഒരു അനുഭവം, 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ആദ്യത്തെ ആർത്തവം ഉണ്ടായി. ശരീരത്തിൽ, വസ്ത്രത്തിൽ, യൂണിഫോമിൽ ബ്ലഡായിട്ട് ആ പെൺകുട്ടി പഠനം നിർത്തി, ആ സ്കൂളിൽ നിന്ന് തന്നെ പഠനം നിർത്തി പോകേണ്ട അവസ്ഥയുണ്ടായി നാണക്കേട് കൊണ്ട്. അങ്ങനത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ ഒരു സന്ദർഭത്തിൻ്റെ ഒരു കണക്കിന് ശബരിമല പ്രശ്നങ്ങൾ നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ആർത്തവത്തെക്കുറിച്ചുള്ള ചർച്ച ഇത്രയും വ്യാപകമായി നടക്കാനും മുഖ്യമന്ത്രി അടക്കം ഈ വാക്ക് ഉപയോഗിക്കുന്നതോടെ ഇതിൻ്റെ ഒരു ടാബു, ഇതിൻ്റെ മുകളിലുള്ളൊരു സോഷ്യൽ ടാബു മാറുന്നുണ്ട്. ഇനി പരിഷത്താണെങ്കിൽ 10,000 ആർത്തവ ക്ലാസ്സുകളുടെ ഒരു സീരീസ് ആയിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത്തരം മുന്നേറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു. അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ആദ്യം പറഞ്ഞ റൊമാൻറ്റിസൈസിങ്, അത് ബ്ലഡ് ഇൻ ദ മൂൺ എന്ന് പറയുക, അതല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെ കിട്ടാത്ത ഗർഭപാത്രത്തിൻ്റെ കരച്ചിലാണ് ആർത്തവം. ഇങ്ങനെയൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ ഇത്ര വലിയ ഒരു ഉണ്ടയൊന്നുമല്ല ആർത്തവം. സോ അങ്ങനെ ഒരു വലിയ സംഗതി ആക്കി കാണണ്ട, അല്ലെങ്കിൽ അപ്പോഴും അതിനൊരു എന്താ പറയുക യുഫീമിസം ഉണ്ട്, ഇങ്ങനെ ഒരു ബെറ്റർ ആക്കി പറയുക, ഒരു ഭംഗി കൂട്ടി പറയുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു നോർമലായ സംഗതിയാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, എൻ്റെ മോൻ 3ാം ക്ലാസ്സിലാണ്. അവനറിയാം, മോള് പറയും, മോൾക്ക് 3 വയസ്സായിട്ടുള്ളൂ, അവൾ പറയുന്ന ഉമ്മച്ചീൻ്റെ പാമ്പേഴ്സ് എന്നാണ്. മോനോട് ഉമ്മച്ചി ചില സമയത്ത് വയറുവേദന എടുത്തിട്ട് കമിഴ്ന്ന് നടക്കും. എന്താ ഉമ്മച്ചി എന്ന് വെച്ചാൽ, ഉമ്മച്ചിക്ക് ഇന്ന് നമുക്ക് ബ്രെഡും ജാമും കഴിക്കാം, ഉമ്മച്ചിക്ക് പീരിയഡ്സ് ആണ്, ഉമ്മച്ചിക്ക് വേദന ആവുന്നുണ്ട്. അപ്പോൾ പീരിയഡ്സ് ആകുമ്പോൾ വേദനയാവുമെന്ന് ചോദിച്ചു. പീരിയഡ്സ് ആകുമ്പോൾ വേദന ആവില്ല, ബ്ലഡ് വരുമ്പോൾ ഉമ്മച്ചിക്ക് വയറുവേദന എടുക്കും. ഓ, വയറുവേദന ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ ബ്ലഡ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഉമ്മച്ചിക്ക് മോൻ വന്ന വഴിയിലാണ് ബ്ലഡ് വരുന്നത്, അവിടെയാണ് വേദന എടുക്കുക. ഉമ്മച്ചി, ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സിസേറിയൻ്റെ കാര്യം പറഞ്ഞു. അവിടെ നിന്നും പോയി. ഒരു ദിവസം പൂച്ച പ്രസവിക്കുന്നത് പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ പൂച്ച പ്രസവിക്കുന്ന കണ്ടപ്പോൾ പിന്നെ ബാക്കി പറയേണ്ടത്, മനുഷ്യൻ ഇങ്ങനെയാണ് പ്രസവിക്കുന്നത്, അപ്പോൾ വേദനയാവില്ലേ, കുട്ടി എങ്ങനെ വരും? അവസാനം യൂട്യൂബിൽ അതെടുത്ത് കാണിച്ചു കൊടുത്തു. ആർക്ക്? 3rd സ്റ്റാൻഡേർഡ് കുട്ടിയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ട് 8ാം ക്ലാസ്, ഇപ്പോൾ 8ാം ക്ലാസ്സാണ് പറഞ്ഞത്, 8, 7 ഉള്ള കുട്ടികൾ. പക്ഷെ നമുക്ക് ഈ ചെറിയ പ്രായം തൊട്ട് അവർ വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് പീരിയഡ്സ് ആണെന്ന്, വീട്ടിൽ നിങ്ങൾ ഇനി ആർത്തവന്നോ പീരിയഡ്സ് എന്നോ തന്നെ പറയാം, അല്ലാതെ ശുഷു എന്ന് പറഞ്ഞിട്ടൊരു വാക്കല്ല പറയേണ്ടത്. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിപ്പോൾ 3 വയസ്സുള്ള കുട്ടിക്ക് പാമ്പേഴ്സ് ആണ്, ഉമ്മച്ചിൻ്റെ പാമ്പേഴ്സ് ആണെന്ന് പറയാം. നാളെ അവൾ പെൺകുട്ടിയാണ്, നാളെ അവൾ ഇതറിയും. അവളെയും വഴിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ, അല്ലാതെ ഒരു 12 വയസ്സായ കുട്ടിക്ക് മുന്നിൽ ചെയറിട്ട് കൊടുത്തിട്ട്, വരൂ മകനെ ഇരിക്കൂ, ഞാൻ ആർത്തവത്തെക്കുറിച്ച് ക്ലാസ്
ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ബന്ധപ്പെടാം എന്ന് പഠിപ്പിക്കുന്നതല്ല. എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ളത് പേരൻസ് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വീടിനകത്ത് ഈ സംഗതി ജനകീയമായ ഒരു ടോപ്പിക് ആയി കഴിയുമ്പോൾ അത് ഇത്രയും സ്വാഭാവികമാണെന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന അവന്, ആൺകുട്ടിക്ക് ഇത് അറിയാം, അത് മനസ്സിലാവും. എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറയുന്ന കാര്യമാണ്, ഇതിപ്പോൾ അത്ര വലിയ കാര്യമില്ല, അവളെ ഞാൻ എന്തിനു മാറ്റി നിർത്തണം, എൻ്റെ കൂട്ടുകാരി എന്തിനു മാറ്റി നിർത്തണം, എൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ ഓരോരുത്തരും. ഇപ്പോൾ ടീച്ചർക്കുണ്ട്, ടീച്ചറുടെ കഷ്ടകാലത്തിന് ടീച്ചറുടെ ഡ്രസ്സിൽ ഒഴിച്ചിട്ട് റെഡ് കളറായി, അതിന് കുട്ടികൾ കമൻ്റ് അടിക്കില്ല, റെസ്പെക്റ്റോടെ കാണും. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെറുപ്പം തൊട്ട് പഠിപ്പിക്കണം. അത് ആ കുട്ടി വളരുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും വളരണം. അതിന് ഭംഗിയുള്ള വാക്കുകൾ വേണ്ട, കൃത്യമായ വാക്കുകളാണ് പറയേണ്ടത്. ചെറിയ കുട്ടിക്ക് ചിലപ്പോൾ അവരുടെ സ്വകാര്യ ഭാഗത്തിൽ ഒരു കുഞ്ഞു വാക്കുണ്ടാവും, അതൊരു 6-7 വയസ്സെത്തുമ്പോൾ കൃത്യമായ വാക്കായിട്ട് മാറണം. അവിടെ നമ്മൾ സാഹിത്യമൊന്നും ഉപയോഗിക്കേണ്ട, പറയാൻ നാണക്കേടും വേണ്ട. കാരണം നമ്മൾ കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കാതെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. മൂന്നാമതൊരാൾ നമ്മളെ കുട്ടിയെ അബ്യൂസ് ചെയ്യായിരിക്കും സംഭവിക്കുക. നമുക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നമുക്കറിയാം, ഒരുപാട് സ്വകാര്യതയും സ്വാതന്ത്ര്യമുള്ള ലോകമാണ്. അപ്പോൾ ആർത്തവത്തെക്കുറിച്ച് പറഞ്ഞ ഒരാൾക്ക് നാളെ ആ പാരന്റിന് സെക്ഷൽ അബ്യൂസിനെ കുറിച്ചും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ രാത്രി ആ ഭക്ഷണം കഴിക്കുന്ന അരമണിക്കൂറെങ്കിലും ടി വിയും മൊബൈലും മാറ്റി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ഇത്തരം ടോപ്പിക്കുകൾ ഇട്ട് കൊടുക്കുക. സുഖമായിട്ട് ഏറ്റവും നന്നായിട്ട് പെണ്ണിനെ ബഹുമാനിക്കുന്ന, സ്വയം ആണായിരിക്കുന്ന ആ പൗരുഷത്തെയും കൂടെയുള്ള സ്ത്രീയും ഒരേപോലെ ബഹുമാനിക്കുന്ന ഏറ്റവും നല്ലവരായിട്ട് വളരാനുള്ള മാർഗം അത് വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങാൻ സാധിക്കുക. മാഡം പറഞ്ഞ പോയിന്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. MA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വുമൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ മാഡം ക്ലാസ്സിലെ ആൺകുട്ടികളോടായിട്ട് ചോദിച്ചു, പീരിയഡ് ബ്ലഡിൻ്റെ കളർ എന്താണ്? അത്രേ 23 വയസ്സുള്ള എല്ലാ ചെക്കന്മാരും പറഞ്ഞത് ബ്ലൂ എന്നാണ്, നീല കളറ്. അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത ഈ പാഡ് കമ്പനികളൊക്കെ ചെയ്തു വെച്ച വലിയൊരു അബദ്ധമാണ്. അല്ലെങ്കിൽ അത് അപ്പം ഈ തെറ്റിദ്ധാരണയെ നിർബന്ധ ബുദ്ധിയോടെ മാറ്റേണ്ടതുണ്ട്, അതുപോലെ തന്നെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് തുളസീദാസ്. നമ്മുടെ വീട്ടിൽ ഈ ആർത്തവത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അശുദ്ധിയെ സംബന്ധിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണിപ്പോൾ. വീടുകളിൽ മിക്കവാറും TV കാണുമ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ ഒരുങ്ങുകയാണ്. എൻ്റെ ഇളയ മകനും മൂത്ത മകനും ഭാര്യയും കൂടി നമ്മൾ ഷോപ്പിൽ പോയി. അവിടെ വിസ്പർ കണ്ടിട്ട് അനുജൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തു, പണ്ട് ഇത് ഞാൻ ഉപയോഗിച്ചതായിരുന്നു, എൻ്റെ ചെറിയ സമയത്ത് അമ്മ എനിക്കിത് തന്നിരുന്നു, ഇന്ന് അമ്മയാണിത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചത് ഈ വിസ്പർ തന്നെയായിരുന്നു ഇയാൾക്ക് പണ്ട് പാമ്പ ചെയ്തു കൊടുത്തതെന്നാണ് പുള്ളി പറയുന്നത്. ആ സമയത്താണ് ഞങ്ങൾ ഈ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മൂത്താൾ ചോദിച്ചു, അശുദ്ധി എന്താണ്? അമ്മ സ്ത്രീ അശുദ്ധ ആണെന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു, എന്താണ് എന്ന് ചോദിച്ചു. ആ അശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചപ്പോഴോ ഈ കുട്ടി വളരെ വിസ്മയത്തോടുകൂടി, വളരെ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ അശുദ്ധിയുള്ളവരായിരുന്നോ ഇത്രയും കാലം അമ്മയും അമ്മുമ്മയും ഒക്കെ എന്ന് ചോദിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ തന്നെയായിരുന്നു, ഇന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത്തരം ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാം, നമ്മൾ ഈ പീരീഡ്സിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് അമ്പലത്തിൽ പോവാതിരിക്കാനുള്ള കാരണം അങ്ങനെയൊക്കെ നമ്മൾ ഈ ക്വയറിയിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തോ നെഗറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ. അതിന് വല്ല സയൻറ്റിഫിക്കായ എക്സ്പ്ലനേഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി റേഡിയേഷനോ അങ്ങനെ മറ്റേ ഉണ്ടോ? അതുകൊണ്ടാണോ ഈ തുളസിയും അതും ഇതൊക്കെ തൊടുന്ന സമയത്ത് കരിഞ്ഞു പോകുന്നത് അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ഈ ആർത്തവ വിഷയം ചർച്ചയായ സമയത്ത് അമേരിക്കയിൽ പഠിച്ച ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് ഭയങ്കര വലിയൊരു വീഡിയോ കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അമേരിക്കയിൽ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അതിൻ്റെ കാന്തിക വലയത്തെക്കുറിച്ചും അമ്പലത്തിന് ചുറ്റിലെ കാന്തിക ശക്തിയെക്കുറിച്ച് അത് അവിടെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എൻഡോമെട്രിയോസിസ് വരുമെന്നൊക്കെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും അവരുടെ തലച്ചോറ് പണയം വെച്ചുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ, ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും ശാസ്ത്രം ഒരുപോലെയാണ്.
ലോകത്തെല്ലായിടത്തും അതെ, ഓരോ ശരീരത്തിലും എല്ലായിടത്തും ശാസ്ത്രം ഒരുപോലെ. ശാസ്ത്രീയമായി വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതെന്ന് സബ്ന ഇതിനു മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, കേരളത്തിലല്ലേ ലോകത്തിലാകമാനം എത്രത്തോളം ഡോക്ടർമാരും നഴ്സുമാരും ഏറ്റവും ശുദ്ധമെന്ന് നമ്മൾ കരുതുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ആർത്തവ ദിവസങ്ങളിൽ സർജറി ചെയ്യാറുണ്ട്. ഏറ്റവും ശുദ്ധമെന്ന് നമ്മൾ കരുതുന്ന അസുഖം വരരുതെന്ന് അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കുന്ന അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ എത്ര അമ്മമാർ ആർത്തവ ദിവസങ്ങളിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ചോറും കറിയും ഉണ്ടാക്കാതിരിക്കുന്നുണ്ട്? ഇല്ല. പണിയൊക്കെ ചെയ്യുകയും ചെയ്യണം, അമ്പലത്തിന് പോകാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത് പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വിഷമിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അശുദ്ധിയെക്കുറിച്ചുള്ള ആ ബോധ്യം നമ്മുടെ പെൺകുട്ടികളുടെ തലച്ചോറുകളിലും ഉണ്ടെന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ പറഞ്ഞ വീഡിയോ, നമ്മൾ ആ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിട്ട് വന്നതിനകത്ത് ഒരു നല്ലൊരു ശതമാനം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരടക്കമുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു മാറി വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളിപ്പം മനസ്സിലാക്കുക, ആർത്തവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇന്നിപ്പോൾ എറണാകുളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഇതേ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുക. ലോകത്തെ ആകമാനം കഴിഞ്ഞ ഏകദേശം 30 വർഷത്തോളം കാലമായിട്ട് ഈ മെനിസ്ട്രൽ ആക്ടിവിസം എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട്. ഫെമിനിസ്റ്റിക് മൂവ്മെൻറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് ഈ മെനിസ്ട്രൽ വിഷയം. അത് ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം അവൾ ചെലവഴിക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങളെ ചർച്ചയിലേക്ക് എത്തിക്കാനുമുള്ള ഉത്തരവാദിത്വം സ്ത്രീക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലും വിഷയങ്ങൾ ഉണ്ടാകുക. ഈ സാറ് പറഞ്ഞ പോലെ ആണുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വരേണ്ടത്, ഇത് നമ്മൾ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ഈ നമ്മൾ കുട്ടികളെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് പുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ടീച്ചർമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ആർത്തവം കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കാൻ. ഈ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഏതായാലും ശാസ്ത്രീയപരമായിട്ടോ ജൈവപരമായിട്ടോ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അനുഭവസാക്ഷ്യം വേണമെങ്കിൽ തുളസി ഞാൻ പിച്ചി പറിച്ച് നോക്കിയിട്ടുണ്ട്, ഒന്നും സംഭവിച്ചില്ല, മുറ്റത്തുണ്ട്, വന്ന് കാണിച്ചു തരാം. ജിതിൻ ഡോക്ടർ പറഞ്ഞ കാര്യത്തിനോട് ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് പറയാണ്. പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ ഈ ആർത്തവ പ്രശ്നത്തിൽ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വലിയ ശത്രു സ്ത്രീകൾ തന്നെയാണ്. പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ അമ്മയാണ് പറയുക ചോറ് വറുക്കാൻ പാടില്ല, വീട്ടിൽ ചേച്ചിയാണ് പറയുക തുളസി പറിക്കാൻ പാടില്ല, അച്ഛനും ചേട്ടനൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അമ്മയാണ് അല്ലെങ്കിൽ ചേച്ചിയാണ്, സ്ത്രീകൾ തന്നെയാണ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം. അതിൻ്റെ എനിക്ക് ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, പകുതി നമ്മുടെ തലയിൽ ഇംപ്രിൻ്റ് ആയ ഒരു കാര്യം, അതായത് സ്ത്രീകളുടെ തലയിൽ ഇംപ്രിൻ്റ് ആയ ഒരു കാര്യം, അശുദ്ധമാണ്, ആർത്തവം ഒരു സ്വാഭാവിക പ്രക്രിയ ഒന്നല്ല, അതെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് തുടക്കം മുതലേ പഠിച്ചു വന്നൊരു കാര്യമാണ് പകുതി. ബാക്കി പകുതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പുരുഷാധിപത്യവും സ്ത്രീ വിരുദ്ധയും തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. കാരണം ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യമാണെങ്കിലും വേറെ ഏതെങ്കിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കാര്യമാണെങ്കിലും ശബരിമലയ്ക്ക് പോകുന്ന കാര്യമാണെങ്കിലും എന്തായാലും തന്നെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞാൽ അമ്മ പോവും, വീട്ടിലെ ചേട്ടൻ പോണ്ടെന്ന് പറയുകയാണെങ്കിൽ അമ്മ പോവില്ല. അങ്ങനെയാണ് ഒരു കാര്യത്തിൻ്റെ കിടപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പുരുഷന്മാർക്ക് എന്താണോ താല്പര്യം, അവർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു വിധേയത്വം കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരോടായിട്ടൊരു കാര്യം പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, വീട്ടിൽ നാളെ മുതൽ വീട്ടിലെ അമ്മയോടോ സഹോദരിയോടോ അമ്പലത്തിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർ പോവും. പ്രാർത്ഥനയിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തേക്ക് വന്നോ എന്ന് പറഞ്ഞാൽ അവർ കടന്നു വരും. അതാണ് ഒരു കാര്യത്തിൻ്റെ കിടപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. എൻ്റെ പേര് റിഫാനാണ്. ഞാൻ ആർത്തവം എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് മദ്രസയിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുട്ടികളും മദ്രസ പഠിക്കുന്ന 4ാം ക്ലാസ്സിലാണ് ആർത്തവം തുടങ്ങിയ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു പരീക്ഷാകാലത്ത്, ഈ മദ്രസ പരീക്ഷാകാലത്ത് ആർത്തവം എന്താണെന്ന് ഇങ്ങനെ ഉറക്കെ വായിച്ച് പഠിക്കുന്നപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു, എന്താ ആർത്തവം? ഉമ്മ അറിയാം അതൊക്കെ ഉണ്ട്. ഉമ്മ ഒരു അധ്യാപിക കൂടിയാണ് കേട്ടോ. ഉമ്മ പറയും അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് പഠിച്ചാൽ മതി, കാണാൻ പഠിച്ച പരീക്ഷയല്ലേ, പരീക്ഷയ്ക്ക് തൽക്കാലം മാർക്ക് കിട്ടിയോ, ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഈ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ ആർത്തവം. അപ്പോൾ ഒരു 2011 ഒരു എഴുത്തുകാരിയായിട്ടുള്ള മൈന ഉമൈബാൻ മാതൃഭൂമിയിലൊരു ലേഖനം എഴുതി, എന്തിനു വേണ്ടിയാണ് ഞാൻ 4ാം ക്ലാസ്സിലും ആർത്തവത്തെക്കുറിച്ച് പഠിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ കാലം വന്നപ്പോൾ അത് തിരുത്തി. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 4ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ആ പ്രായത്തിൽ തന്നെ ആർത്തവത്തെക്കുറിച്ച് പഠിപ്പിക്കണം. പക്ഷേ അത് ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം പഠിപ്പിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മദ്രസ അനുഭവം നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടെങ്കിൽ എന്ത് സിലബസിൽ ഏത് തരത്തിലാണ് ഈ ഒരു ആർത്തവം പഠിപ്പിച്ച അനുഭവം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നത്? അതിലെന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാകുന്ന തരത്തിൽ എന്ത് മാറ്റമാണ് ഇതിൽ വരുത്തേണ്ടത് എന്ന കാര്യം.
ഇതിൽ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. ഞാൻ മദ്രസ പഠിച്ചിട്ടുള്ള ആളാണ്. അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ അറിയുന്നുണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ. ഇങ്ങനെ എന്തോ ഒന്നുണ്ട്. അപ്പോൾ അത് പക്ഷെ അതിൻ്റെ കൃത്യമായ ഫിസിയോളജിയോ ബയോളജിയോ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അത് അശുദ്ധിയാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല, നോമ്പെടുക്കാൻ പറ്റില്ല, ബന്ധപ്പെടാൻ പറ്റില്ല, അങ്ങനെ കുറേ പറ്റില്ലകൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റില്ലകൾ പഠിച്ച് നമ്മൾ അങ്ങോട്ട് റെഡിയാവും. അപ്പോൾ ഈ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് ഒരു നെഗറ്റീവ് സാധനമാണ്, എന്തോ ഒരു തകരാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഈ കാര്യത്തിനെ കുറിച്ച് എടുക്കാനുള്ള ഒരു ചെറുപ്പം തൊട്ടേ നമ്മളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ആർത്തവം രഹസ്യമായി സൂക്ഷിക്കണം. അത് ആരോടും പറയാൻ പാടില്ല. ആ സമയത്ത് നാണം വേണം, അത് എല്ലാവരോടും പറഞ്ഞ് നടക്കാൻ പാടില്ല. നോമ്പുള്ളതുപോലെ നിൽക്കണം. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്കിൽ നോമ്പില്ലാത്ത സമയത്ത് അവർ ആൺകുട്ടികൾ നിസ്കരിക്കാൻ പോകും. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ചു. കഷ്ടകാലത്തിന് ഒരുത്തൻ കയറി വന്നു. അപ്പം നിങ്ങൾ തിന്നോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ മനുഷ്യന്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു അത്രയും നേരത്തെ പഠിപ്പിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ വേണമെന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ഇന്നതാണ് സംഭവിക്കുന്നത് കൂടെ അതിലുണ്ടെങ്കിൽ അത് ആർത്തവം ഉണ്ട് എന്നറിയുന്നതോടൊപ്പം എന്താണിതെന്നും കൂടെ കുട്ടികൾ നേരത്തെ തന്നെ അറിയും. ഇതൊരു സ്വാഭാവികതയാണ് എന്നുള്ള ഒരു സംഗതി ആ സിലബസിൽ ആഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ശാസ്ത്രം നമ്മൾ പിന്നെ മെഡിക്കൽ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ബയോളജി ടെക്സ്റ്റിലോ സുവോളജി ടെക്സ്റ്റിലോ മാത്രം പഠിക്കണം നമ്മുടെ ആർക്കും നിർബന്ധമില്ല. എവിടെ പഠിച്ചാലും മതി, പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആ ഒരു പോർഷൻ കൂടെ ആഡ് ചെയ്യണം എന്നൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം ആസ് ഫാർ ആസ് എനിക്ക് ഒരിക്കലും ഒരു മാറ്റി നിർത്തലായിട്ട് മതപരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇത് തുറന്ന് സംസാരിക്കാനുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉപ്പയോ അനിയനോ വന്നിട്ട് അവർ ഓക്കെ കുഴപ്പമില്ല. ഉപ്പയൊക്കെ ആദ്യം മറന്നിട്ട് സുബഹിസ്കരിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ ചീത്ത പറയായിരുന്നു. പിന്നെ ഉപ്പക്ക് മനസ്സിലായി ഇങ്ങനെ സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഉപ്പ എന്നെ ബാഡ് വാങ്ങിത്തരാം, എനിക്ക് അനിയനും ബാഡ് വാങ്ങി തരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടാബു വിശേഷം ഇത് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു മാറ്റമായിട്ടോ ഒരു വേർതിരിവായിട്ടോ തോന്നിയിട്ടില്ല. പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മറ്റു മതങ്ങളിലെ അയിത്തം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇസ്ലാമിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് നെഗറ്റിവിറ്റി കുറച്ചിട്ട് ഈ പറ്റില്ലകളുടെ എണ്ണം ഒന്ന് കുറച്ചിട്ട് ഇത് സ്വാഭാവികമാണെന്നുള്ള എന്താണ് ഈ സംഗതി എന്നുള്ളതിൻ്റെ ഒരു ബയോളജി കൂടി ചേർത്താൽ അത് വളരെ നല്ലൊരു മുന്നേറ്റമായിരിക്കും. ഈ ഒരു ഒളിച്ചുകളിയെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ആർക്ക് വേണ്ടിയാണ് ഈ ഒളിച്ചുകളി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒളിച്ചുകളി? ഒളിച്ചു വെക്കുന്നതിനേക്കാളും പോസിറ്റീവ് കാര്യങ്ങളാണ് തുറന്ന് പറഞ്ഞാലും ഉണ്ടാവുന്നത്. നമുക്കറിയാം, ചെറുപ്പത്തിൽ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ആർത്തവ തുണി അലക്കിയിട്ടാൽ മറ്റു തുണികളുടെ ഒക്കെ അടിയിൽ മൂടി വെച്ച് വേണം അത് ഉണക്കാനൊക്കെ. അതൊരു വളരെ സ്വാഭാവികമായിട്ട് എടുക്കുകയാണെങ്കിൽ പുറത്ത് വെയിലത്ത് കിടന്ന് ഉണങ്ങട്ടെ, അത്രയും അണുക്കൾ നശിക്കുമല്ലോ, അത്രയും തുണി ഫ്രഷ് ആയിട്ടിരിക്കും, നല്ലത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷിംന ഡോക്ടർ പറഞ്ഞ പോലെ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാര്യം, എന്തിനാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഭക്ഷണം കഴിക്കുന്നത്? എനിക്കിന്ന് ആർത്തവാണ്, അതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റില്ല, എനിക്ക് വെള്ളം കുടിക്കണം, ക്ഷീണാവും എന്ന് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള അച്ഛന്മാർക്കായാലും ഏട്ടന്മാർക്കായാലും കാര്യങ്ങളൊക്കെ അറിയട്ടെ. അവരും നാളെ സ്ത്രീകളുടെ കൂടെ തന്നെയാണല്ലോ ആരായാലും ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു അവസ്ഥ തുടർന്നു പോവുകയാണ്. പിന്നെ കുട്ടികളിൽ എന്താ വെച്ചാൽ എല്ലാം തുറന്നു പറയണമെന്നോ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വെളിപ്പെടുത്തണം എന്നുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മുടെ കുട്ടികളിലേക്ക് എത്തണം. എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അച്ഛന്മാരോടും ഏട്ടന്മാരോടും തുറന്നു പറയാൻ കഴിയണം. കുട്ടികൾ ഒരിക്കലും രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ ദയവേത് ചിന്തിക്കരുത്. നമ്മളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരോടൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് മോനെ ഇത് പറയരുത്, ഇത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർക്കത് കീപ്പ് ചെയ്യാൻ അറിയാം. കാരണം അവർക്ക് നമ്മളെക്കാളും ബോധമുണ്ട്. കാരണം നമ്മളവർക്ക് വാല്യൂ കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഈ സംഗതികൾ. മോനെ ഇത് ഇന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ആൺകുട്ടിയുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറി, അത് ഇപ്പോൾ രണ്ടുപേരുടെ കളർ കണ്ടു, ആ കുട്ടി അത് പുറത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവന് പുറത്ത് പോയിട്ട് ഞാൻ ഈ കളർ ബ്രാ ഇട്ട് എന്ന് പുറത്ത് പറയും. ഇല്ല, കുട്ടി പറയില്ല. കുട്ടിക്ക് ഓരോ കാര്യങ്ങളും ഏത് പറയണം, ഏത് പറയണ്ട, ഏത് ഡിഗ്രിയിൽ പറയണം എന്നൊക്കെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ്. അല്ലാതെ ഒരിക്കലും കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആൻഡ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഇങ്ങനെ പിന്നെ കതിരി കൊണ്ട് വളം വെക്കുന്ന പോലെ ആവരുത്. ആദ്യം തൊട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാബു ഇല്ലാതാവും, മാറ്റി നിർത്തൽ ഇല്ലാതാവും. ഈ പറഞ്ഞ പോലെ നോമ്പിന് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ട, ഏറ്റവും നന്നായിട്ട് പോഷകപ്രദമായി ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കാര്യങ്ങൾ പറയാം. എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നിസ്കരിക്കുന്നിടത്തുനിന്ന് മാറി നിൽക്കുന്നവരെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇത്ര കളിയാക്കാനുള്ളത്?
ആർത്തവം വരുന്നത് കളിയാക്കേണ്ട വിഷയമാണെങ്കിൽ നമ്മളൊക്കെ നമ്മളുടെ എല്ലാം പകുതി കോശങ്ങൾ അതിൽ നിന്നുണ്ടായ അതേ വസ്തുവാണ്. നമുക്ക് അതിനേക്കാളും ഒരു മേന്മയൊന്നും അവകാശപ്പെടാനില്ല. സോ മാറ്റി നിർത്തണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റി നിൽക്കില്ല. പിന്നെ ഈ ശബരിമല ഇഷ്യൂ പോലത്തെ ഇഷ്യൂസിൽ 2 കാര്യങ്ങളുണ്ട്. 2 P ആണ്. ഒന്ന് പാട്രിയാർക്കിയാണ്, പുരുഷാധിപത്യം. രണ്ടാമത്തേത് പൊളിറ്റിക്സ് ആണ്. ശബരിമലയിൽ നടക്കുന്നത് തികച്ചും ആരാധനാപരമായ അല്ലെങ്കിൽ ആത്മീയമായ കാര്യം ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. അതിനെല്ലാം വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയം നമ്മളുടെ വിശ്വാസത്തിലേക്കും സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിലേക്കും വരുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്? ആർത്തവത്തെയാണോ അതോ ഇത്തരം കുടില ശക്തികളെയാണോ എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറയട്ടെ. വൈദ്യശാസ്ത്ര മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3 പേര് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മുന്നിൽ ദിവസവും വരുന്ന കേസുകൾ എന്താണെന്ന് വെച്ചാൽ ഈ പീരീഡ്സ് തള്ളിവെക്കാനുള്ള പല കാരണങ്ങൾ കൊണ്ട്. വീട്ടിൽ കല്യാണമാണ്, അല്ലെ അമ്പലത്തിൽ പോകുന്നു, ടൂറ് പോകുന്നു, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആർത്തവം തള്ളിവെക്കാനുള്ള മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുക. നമുക്കറിയാം ആദിവാസികൾ ഊരുകളിലൊക്കെ മാലാട്ടി പോലുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടെ എപ്പോൾ ബ്ലീഡ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ പീരീഡ്സ് ആവണം എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സാണ്. ആ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ, ഒരു സംശയം. എന്തുകൊണ്ടാണ് ഈ ആർത്തവ ദിവസങ്ങളിൽ ഇത്രയേറെ കഠിനമായ വേദന അനുഭവിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഒരാഴ്ച മുൻപ് അടിവയറും അതിൻ്റെ ചുറ്റും നാഭിയും ഒക്കെ ഇത്രയേറെ പുകഞ്ഞു നീർന്നത്? ഡോക്ടർ ഒന്ന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള പുരുഷ പ്രജകൾക്ക്, അവരുടെ സ്ത്രീകൾക്ക് കുറെ കൂടെ സംരക്ഷണം കൊടുക്കാൻ പറ്റും. ആർത്തവ സമയത്ത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോർമോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് നമുക്ക് ഉള്ളിലും പുറത്തും വേദനിക്കുന്നത്. നമുക്ക് മാനസികമായിട്ട് വെറുതെ ഇരുന്ന് കരയും, വെറുതെ സങ്കടം വരും, വെറുതെ ദേഷ്യം വരും, തല്ലിക്കൊല്ലാനൊക്കെ തോന്നും, സ്വാഭാവികം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പുരുഷന്മാർക്ക് ആകെ പറയുന്ന ഒരു ടെസ്റ്റോസ്റ്ററോണേ ഉള്ളൂ. നമ്മുടെ ഈ പറയുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഫുൾ ടൈം ചാഞ്ചാട്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. വയറുവേദനയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളി പൊട്ടി ഇങ്ങ് പോരണം. അപ്പോൾ അത് പുറത്തേക്ക് പോരണമെന്നുണ്ടെങ്കിൽ അതിന് ബ്ലഡ് സപ്ലൈ സ്പൈറൽ ആർട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള രക്തക്കുഴലുകളാണ്. അതാണ് നമ്മൾ എൻഡോമെട്രിയത്തിൽ ഇങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് കുട്ടി വന്നാൽ അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ഒരു മെത്തയാണത്. കുട്ടി വരാൻ വേണ്ടി ഭയങ്കര VIP ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഈ പ്രൊജസ്ട്രോണിൻ്റെ അണ്ടവിസർജനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൊണ്ടുണ്ട്, കോർപ്പസ് ലൂട്ടിയം, അതിനകത്ത് നിന്ന് പ്രൊജസ്ട്രോൺ വരും. പിന്നെ പ്രൊജസ്ട്രോൺ വന്ന് പ്രൊജസ്ട്രോണിൻ്റെ സപ്ലൈ കഴിയുമ്പോഴാണ് ഈ പറയുന്ന ആന്തരിക പാളി പുറത്തേക്ക് വരുന്നത്. അത് വരാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഇപ്പം നമ്മളുടെ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക, കംപ്ലീറ്റ്ലി ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ചത്തുപോകും, അതിൻ്റെ പ്രോക്സിമലായിട്ടുള്ള ചത്തുപോകും ബ്ലഡ് സപ്ലൈ നിൽക്കുമ്പോൾ. അതുപോലെ ബ്ലഡ് സപ്ലൈ ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കും. അത് നിൽക്കുന്ന സമയത്ത് അത് പൊളിഞ്ഞു പോരും. അപ്പോൾ ബ്ലഡ് സപ്ലൈ നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങോട്ട് വേദനിക്കുമല്ലോ. സിമിലർലി ബ്ലഡ് സപ്ലൈ നിൽക്കുമ്പോൾ ഗർഭപാത്രത്തിനകത്ത് നല്ല വേദന ഉണ്ടാവും. ചിലർക്ക് സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടാവും, ബെഡിൽ കിടന്ന് ഉരുളാൻ തോന്നും, കമിഴ്ന്ന് കിടക്കും, ചൂടുവെള്ളം കുടിക്കും, വീട്ടുകാർ ഉലുവ വേവിച്ച് കൊണ്ടുത്തരും, എന്തൊക്കെയോ സംഭവിക്കും, നല്ല സുഖമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദനയും വെച്ചിട്ട് രാവിലെ നിങ്ങളുടെ അടുത്ത ചെയറിൽ വന്നിരിക്കുന്ന ഓഫീസിലെ ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ കൂടെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയോ ഒക്കെ നിങ്ങളെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സഹിച്ചിട്ടാണെന്ന് ദയവേത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കണ്ടറിയുക, ഇവക്ക് പെട്ടെന്ന് സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് അന്ന് അടി ഉണ്ടാക്കരുത്. അപ്പോൾ വയ്യാത്തതുകൊണ്ടാണ്, അത്രയ്ക്കും പെയിനാണ്. മാത്രമല്ല ചില അവസ്ഥകളിൽ എൻഡോമെട്രിയോസിസ് പോലെയുള്ള ചില പ്രശ്നങ്ങളുള്ളവർക്ക് കഠിനമായ വേദന ഉണ്ടാവും, ചില സിസ്റ്റുകളുള്ളവർക്ക് ഉണ്ടാവും. അതുപോലെ പണ്ടേ ദുർബല എന്ന് പറഞ്ഞ അവസ്ഥയിലുള്ളവരാണെങ്കിൽ ഇതും കൂടി ആകുമ്പോൾ വയ്യാണ്ടാവും. അപ്പോൾ ചിലർക്ക് വയറുവേദന, ചിലപ്പോൾ തലവേദന, ചിലപ്പോൾ ഛർദി, ചിലപ്പോൾ തലകറക്കം, ദേഷ്യം, സങ്കടം തുടങ്ങിയ എല്ലാ ലീലാവിലാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അത് ഒരു പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ അസുഖമോ ഒന്നും അല്ല. ദയവ് ചെയ്തിട്ട് 1-2 ദിവസം കണ്ടറിയണം പ്ലീസ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ മെൻസ്ട്രൽ കപ്പ്. അതായത് ഈ മെൻസ്ട്രൽ കപ്പ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നതിലൂടെയാണ് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ വേറൊരു സുഹൃത്തുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, എന്താണ് മെൻസ്ട്രൽ കപ്പ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പാഡ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ, അതായത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കാരണം കൃത്യമായി വെൻഡിങ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് പരിസ്ഥിതിക്ക് ദോഷകരമായ. ഇപ്പം മെൻസ്ട്രൽ കപ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പരിസ്ഥിതിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു. കാരണം വർഷങ്ങളോളം ഇത്
ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പം അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അതായത് ഒരു മാസം നമ്മൾ പാഡിന് ചിലവാക്കുന്ന പൈസ ഒരു വർഷം ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10-15 വർഷം വരെ നല്ലൊരു മെൻസ്ട്രൽ കപ്പ് ഒരു 400 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയാൽ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ യഥാർത്ഥത്തിൽ ഈ ഒരു വേദിയിൽ പരിചയപ്പെടുത്തുകയും അത് സ്ത്രീകൾക്കിടയിൽ കൂടുതലായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയും കൂടി ഡോക്ടർ അതൊന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ഈ വസ്തുവാണ് മെൻസ്ട്രൽ കപ്പ്. ഇത് നിലവിൽ മെഡിക്കൽ ഷോപ്സിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സിലിക്കൺ മെറ്റീരിയൽ എന്താ ഇത്? സിലിക്കൺ റബ്ബർ ആണ്. അപ്പോൾ ഈ സംഗതി 3 സൈസിലുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെജൈനക്കകത്തേക്ക് യോനിക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. അത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ അടഞ്ഞു നിൽക്കും. അടഞ്ഞു നിൽക്കുമ്പോൾ ഇതിനകത്ത് ബ്ലഡ് കളക്റ്റ് ആവും. നമ്മൾ 12 മണിക്കൂർ വരെ വെക്കാം. മിക്കവാറും രണ്ടാമത്തെ ദിവസമൊക്കെ അത് ഓവർഫ്ലോ ചെയ്യും. അപ്പം നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ സക്ഷൻ കളഞ്ഞിട്ട് പുറത്തേക്ക് എടുത്ത് ബ്ലഡ് പുറത്തേക്ക് കളഞ്ഞ് സോപ്പിട്ടിട്ട് അല്ലെങ്കിൽ എന്താണോ അതിനാണ് നാശിനി നമ്മളെ കയ്യിലുള്ള അത് യൂസ് ചെയ്ത് വീണ്ടും തിരിച്ച് ഇൻസേർട്ട് ചെയ്യാം. ഇതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഇത് 800 റുപ്പീസാണ് ഇതിൻ്റെ വില. നമുക്കറിയാം നല്ലൊരു പാക്കറ്റ് പാഡ് വാങ്ങണമെങ്കിൽ അതിൻ്റെ വില അറിയാം. ഓരോ മാസവും വാങ്ങിക്കണം, പാഡ് വാങ്ങിക്കണം. ഈ പാഡ് വെക്കുന്ന ബുദ്ധിമുട്ട്, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ നനവ്, എപ്പോൾ ഇത് പുറത്തേക്ക് വരും എന്നറിയില്ല, ലീക്ക് ചെയ്യുമെന്ന് പേടിയാവും. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് കിട്ടാൻ എങ്ങനെ മൂത്രമൊഴിക്കാതിരിക്കുക എന്നാണ് നമ്മുടെയൊക്കെ ഗവേഷണം. അപ്പോൾ ഈ മൂത്രമൊഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിലേ നമുക്ക് മൂത്രമൊഴിക്കാൻ വയ്യ, പോവില്ല, വെള്ളം കുടിക്കില്ല, മൂത്രമൊഴിക്കാൻ പോകില്ല, യൂറിനറി ഇൻഫെക്ഷൻ ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഞങ്ങൾ ചീത്ത പറയും, അഡ്മിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ടോയ്ലറ്റ് പോകുന്ന പോലെ പോകാം, കാരണം ബ്ലഡ് പുറത്തേക്ക് വരില്ല. പക്ഷേ ഈ 12 മണിക്കൂറിലധികം ഉപയോഗിക്കുമ്പോൾ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അകത്ത് അണുക്കൾ നിന്നിട്ട് അണുബാധ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സെർവിക്സിന് ബലമില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ടതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിലവിൽ ഓൺലൈനാണ് ലഭിക്കുന്നത്. പ്രൈസ് ഇഫക്റ്റീവാണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. ഈ പാഡ് വലിച്ചെറിയുന്ന ബുദ്ധിമുട്ട്, പാഡ് കത്തിക്കുന്ന ബുദ്ധിമുട്ട് അതൊന്നുമില്ല. സ്മെല്ല് പുറത്തേക്ക് വരില്ല. ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം, ഡ്രസ്സ് ധരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, അതുപോലെ പാഡ് ഉള്ളപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, അത്തരത്തിലൊരു സംഗതിയുമില്ല. പിന്നെ ഇത് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാഡിലേക്ക് ഒരു തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാം, ഞാൻ അഞ്ജല. എനിക്ക് എൻ്റെ അനിയനാണ് പലപ്പോഴും പാഡ് വാങ്ങിച്ചു തരാറ്. പക്ഷേ ഒരു തവണ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് എടാ എനിക്ക് പാഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള എളീമ അയ്യേ നീ അവൻ്റെ അടുത്താണോ പറയുന്നത്, അങ്ങനെ എളീമയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അവനല്ലാതെ പിന്നെ ആരാ കൊണ്ടുവന്ന് തരാനുള്ളത്, അങ്ങനെ ചോദിച്ചു. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് ഇത് ഒരു അശുദ്ധിയായി കണക്കാക്കുന്നത്. ഒരു പുരുഷ മേധാവിത്വം ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ഇതൊരു അശുദ്ധിയായി കണക്കാക്കുന്നത് എന്നൊരു വാസ്തവം. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ 12ാം ക്ലാസ് വരെ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. ഈ 12ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ് ഉണ്ട് കേട്ടോ, 8A അവിടെ ചെല്ലുക. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ക്ലാസ് 9ാം ക്ലാസ്സിലാണ് നമ്മൾ, 9ാം ക്ലാസ്സിലെ ബയോളജി ബുക്കിലാണ് നമ്മൾ മെൻസസിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനെ ഞാൻ കുറ്റം പറയല്ല, നമ്മുടെ ഒരു സിലബസിൽ ഈ പെൺകുട്ടികൾക്ക് ആയിട്ടുള്ള ക്ലാസ് മാറേണ്ടതില്ലേ, അവിടെ പുരുഷ സാന്നിധ്യം കൂടി വരുത്തേണ്ടതില്ലേ? ക്വസ്റ്റ്യൻ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ +1 ലെവലിലൊക്കെ മിക്സ്ഡ് ക്ലാസ്സുകളാണ്, ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്, മിക്സ്ഡ് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. സംശയം ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെൺകുട്ടികൾ ഇങ്ങോട്ട് ആവശ്യപ്പെടും, മാഡം ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് പറയേണ്ട, ഈ ആൺകുട്ടികൾ ഒരു 1/4 മണിക്കൂർ മുന്നേ പുറത്ത് വിടുമെന്ന് ചോദിക്കും. കാരണം അവർക്ക് ചോദിക്കാൻ മടിയാണ്. പ്രത്യേകിച്ച് ആർത്തവത്തെ സംബന്ധിച്ചല്ല, സെക്ഷൽ റിലേഷനെ സംബന്ധിച്ചുള്ളത് അവർ ആൺകുട്ടികളപ്പോൾ ചോദിക്കില്ല. അപ്പോൾ ഇപ്പോൾ മിക്സ്ഡ് ക്ലാസ്സുകൾ തന്നെയാണ് നടക്കുന്നത്. ചെറിയ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള അവയർനെസ് ഗവൺമെൻറ് ലെവലിൽ തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആ വ്യത്യാസമുണ്ട്. നമുക്ക് ചർച്ച ഒരു മിനിറ്റ്, സമയം അവസാനിക്കുന്നുണ്ട്. നമ്മൾ ഹലോ, ഒരു ചെറിയൊരു സംശയം കൂടെ. ആ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചതിനിടയ്ക്ക് പിന്നെ ഇന്ന് നിസ്കരിക്കേണ്ട എന്ന് അവൾക്ക് ആർത്തവം ഉണ്ടായിരിക്കും എന്ന് ഒരു ഇത് കേട്ടു. അപ്പോൾ ഈ നിസ്കരിക്കാൻ എന്താണ് ഈ പ്രശ്നം? ആർത്തവം ഉണ്ടാകുമ്പോൾ നിസ്കരിച്ചുകൂടെ? നിസ്കരിച്ചതിൻ്റെ പ്രശ്നമുണ്ടോ? മതപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി അല്ലാത്തതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരുന്നത്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല, നിസ്കരിക്കരുതെന്ന് നിലവിൽ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ആ സിസ്റ്റം തുടർന്ന് പോകുന്നു. അതും ഒരു ആചാരം എന്ന രീതിയിൽ മാറുമായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കാറുണ്ട് ആ സമയത്തും. നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ 2 കൺസെപ്റ്റുകൾ. ഒന്ന് മെനിസ്ട്രൽ ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. മെനിസ്ട്രൽ ഇക്വിറ്റി അതായത് തുല്യമായി
എല്ലാ സ്ഥലങ്ങളിലും, സ്കൂളുകളിൽ, വീടുകളിൽ, മറ്റ് സ്ഥാപനങ്ങളിൽ, ഹോസ്റ്റലുകളിൽ സാനിറ്ററി ഐറ്റംസ് അവൈലബിൾ ആക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് മെനിസ്ട്രൽ ഇക്വിറ്റി. അതോടൊപ്പം തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മെനിസ്ട്രൽ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള കൺസെപ്റ്റാണ് ഒന്ന്. രണ്ടാമത്, ജെൻഡർ ബൈനറിക്ക് അപ്പുറത്തേക്ക് മെനിസ്ട്രേഷൻ്റെ മീനിങ്സ് പുതിയതായിട്ട് വന്നു തുടങ്ങിയത്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടെയുള്ളവരെ ഇൻക്ലൂഡ് ചെയ്തുള്ള മെനിസ്ട്രൽ കൺസെപ്റ്റ്. അതുകൊണ്ട് അവരെ ഇപ്പം കൺക്ലൂസീവായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ മാറിയിട്ടുണ്ട്. മെനിസ്ട്രേറ്റേഴ്സ് എന്നാണ്. ഫീമെയിൽസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്ക് മെനിസ്ട്രേറ്റേഴ്സ് എന്നാണ്. അങ്ങനെ ആഗോളതലത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നടക്കും. നമ്മൾ കൂടുതൽ വായിക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു രീതി. വിഷയം ആർത്തവം, ആർപ്പുവിളിയും ആർത്തനാദവും എന്നുള്ളതായിരുന്നു. ആർത്തനാദം എന്തായാലും അധികം സദസ്സൊന്നും ഇവിടുന്നും ഒന്നും ആർത്തനാദം സംബന്ധിച്ചിട്ടുള്ളൊരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ സദസ്സിൻ്റെ ഒരു മെച്ചമായി തന്നെ കണക്കാക്കുകയാണ്. ഇപ്പം എന്തായാലും പുതിയ തലമുറയിൽ ആദ്യമായി ആർത്തവം ഉണ്ടാവുന്ന ഒരു പെൺകുട്ടിയും ഒരു ആർത്തനാദവും ഉണ്ടാക്കുന്നില്ല. കാരണം അവർക്ക് നേരത്തെ അറിയാം പാഡ് എവിടുന്ന് കിട്ടും, ക്ലാസ്സിൽ നിന്നൊക്കെ അറിയാം. പഴയ തലമുറ ആർത്തു വിളിച്ച് കരഞ്ഞതുപോലെ പുതിയ തലമുറയിലെ ഒരു കുട്ടിയും ആദ്യ ആർത്തവത്തെ പേടിക്കുകയോ കരയോ ചെയ്യാത്ത വിധം നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇത് സാമൂഹ്യ വിഷയമായി ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ എന്തിൻ്റെങ്കിലും പേരിൽ അയിത്തം കൽപ്പിച്ച്, അശുദ്ധി കൽപ്പിച്ച് മാറ്റി നിർത്താനുള്ള ഒരു സാധനമല്ല ആർത്തവമെന്ന് അഭിമാനബോധമുള്ള എല്ലാ സ്ത്രീകളും, നേരത്തെ പിന്നെ ജിതിൻ പറഞ്ഞു, കൂട്ടിച്ചേർക്കുന്നു. മെനിസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞ് നമ്മൾ അതിന് ചുരുക്കേണ്ടതില്ല. സ്ത്രീകൾക്കപ്പുറത്തേക്ക് ആർത്തവമുള്ള എല്ലാ മനുഷ്യരും അഭിമാനമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എവിടെ നിന്നും മാറ്റി നിർത്തേണ്ടതില്ല എന്ന ആധുനിക ലോകത്തിൻ്റെ സങ്കല്പത്തോടൊപ്പം ചേർന്ന് പോകാനാണ് സദസ്സും പാനലിസ്റ്റുകളും ശ്രമിച്ചത്. എല്ലാവർക്കും വലിയ നന്ദി, നമസ്കാരം.